അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا معز أعزني بك دائما في حفظ عصمتك القديمة مغنما وانصر على أعدائنا يا ناصر اردد خديعة مكرهم يا قاهر അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ അനുഗ്രഹീതമായ മജ്ലിസ് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പൂർത്തീകരിച്ചു തരട്ടെ. നമ്മുടെ എല്ലാവരുടെയും തടസ്സങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരട്ടെ. എല്ലാ കുറവുകളും അല്ലാഹു പരിഹരിച്ചു തരട്ടെ. ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും ഖൈറും ബറക്കത്തും അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കത്തൂദിത റസൂലേ പൂത്തിങ്കൾ നബിയേ ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിൻ അഴകാണോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ കരുണ കടലോരേ മുത്ത് നബി ശഫീഉൽ ഉമ്മ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറിൻ കഠിന സമയത്തും ഉമ്മത്തി എന്നു രത്തോരേ സല്ലല്ലാഹു
അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ മുഹമ്മദ് നബി നബിമാരിലുള്ള ഷഫീ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കത്തു ദിത റസൂലേ പൂത്തിങ്കൾ നബിയേ ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിൻ അഴകാണോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. അല്ലാഹു തആല നമ്മുടെ ഹിദായത്തുൽ അൻവാർ എന്ന് പറയുന്ന അനുഗ്രഹീതമായ മജ്ലിസ് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവനിക്ക് ഇഷ്ടപ്പെട്ട മജ്ലിസാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ. അവന്റെ ദുആ, നമ്മുടെ ദുആ സ്വീകരിക്കുന്ന മജ്ലിസുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ മജ്ലിസിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു വിഷയം എന്ന് പറയുന്നത് വെറുതെ അല്ല ഭാര്യ. പല സ്ഥലങ്ങളിലുമൊക്കെ നിങ്ങൾ ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ നിങ്ങൾ ആ കേട്ടതുപോലെയുള്ള കാര്യങ്ങളായിരിക്കില്ല, ആ കണ്ടതുപോലെയുള്ള കാര്യമായിരിക്കില്ല ഇവിടെ കാണുക, ഇവിടെ കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ നിഅമത്തുകളും അല്ലാഹു ചൊരിഞ്ഞു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അവരുടെ നിയ്യത്തുകൾ അല്ലാഹു തആല കബൂൽ ചെയ്തു കൊടുക്കട്ടെ. അവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഖൈറായ വീട് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഖൈറായ വരുമാനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവരുടെ കച്ചവടങ്ങളിലൊക്കെ അല്ലാഹു ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒരു നന്മയുടെ ഭാഗത്തിൽ അണിചേരാൻ വേണ്ടി വലിയ താല്പര്യത്തോടുകൂടി, വലിയ ആകാംക്ഷയോടുകൂടി, വലിയ പ്രതീക്ഷയോടുകൂടി അൽഹംദുലില്ലാഹ് 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 നമ്മുടെ മജ്ലിസിലേക്ക് അനുദിനം ഓരോരുത്തരും കൂടി വരികയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു ഇത് സ്വീകരിക്കുന്ന മജ്ലിസാക്കി സ്വീകരിക്കണം. എത്ര ആള് കൂടി എന്നതിലല്ല കാര്യം, എത്ര ആള് കൂടി എത്ര ലൈക്ക് കിട്ടി എന്നതിലല്ല കാര്യം. മറിച്ച് നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നുണ്ടോ, നമ്മുടെ മജ്ലിസ് അത് നിഷ്കളങ്കമായതാണോ, നമ്മുടെ മജ്ലിസ് നിസ്വാർത്ഥമായതാണോ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലാണോ, അതാണ് അല്ലാഹു തആല പരിഗണിക്കുക. അല്ലാഹു തആല ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും. മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, അല്ലാഹു തആല അല്ലാഹു തആല നോക്കുന്നത് വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപലാവണ്യങ്ങളിലേക്കല്ല, നിങ്ങളുടെ സൗന്ദര്യങ്ങളിലേക്കല്ല, നിങ്ങളുടെ ഭംഗിയിലേക്കല്ല, നിങ്ങളുടെ വസ്ത്രങ്ങളിലേക്കല്ല. വലാ ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ ശരീരത്തിലേക്കല്ല പടച്ച തമ്പുരാൻ നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നമ്മുടെ എവിടെ നോക്കുന്നേ? ഹൃദയത്തിലെയാ. അല്ലാഹു തആല നമ്മുടെ ഹൃദയത്തിലാണ് നോക്കുന്നത്. ആ ഹൃദയത്തിൽ നോക്കുമ്പോ നമ്മുടെ നിയ്യത്ത്, നമ്മുടെ മുറാദ്, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ മനസ്സ് എങ്ങനെയുള്ളതാണോ
അതിനനുസരിച്ചായിരിക്കും നമ്മുടെ അമലുകൾ പടച്ച തമ്പുരാൻ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ മജ്ലിസ് കാണുന്നത്, ഷെയർ ചെയ്യുന്നത്, ലൈക്ക് ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുന്നതെല്ലാം ഏതൊരു ഉദ്ദേശത്തിന്റെ പേരിലാണോ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. നല്ല നീയത്തുകളാക്കണേ അല്ലാ, നല്ല നീയത്തുകളാക്കണേ അല്ലാ. അവിടെ കുടുംബങ്ങളിൽ നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, നിഅമത്ത് നൽകണേ അല്ലാ. അവരുടെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്ന ആരെയും റബ്ബേ നീ പാഴാക്കല്ലേ അല്ലാ, നിരാശരാക്കല്ലേ അല്ലാ. അല്ലാഹുവിന്റെ നിയ്യത്തുകളെ നീ കബൂലാക്കണേ. ഓരോരുത്തരുടെയും മുറാദുകളെ, ലക്ഷ്യങ്ങളെ, നിയ്യത്തുകളെ, മനസ്സുകളെ വായിക്കുന്ന റബ്ബേ അല്ലാഹുവേ അവരുടെ രോഗത്തിനെല്ലാം നീ ശിഫാ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാ. ക്യാൻസർ രോഗമുള്ളവരുണ്ട്, ഹാർട്ടിന് അസുഖമുള്ളവരുണ്ട്, കിഡ്നി സംബന്ധമായ അസുഖമുള്ളവരുണ്ട്. റബ്ബേ ഒന്ന് എഴുന്നേക്കാൻ പോലും കഴിയാതെ കിടക്കയിൽ കിടക്കുന്നവരുണ്ട്, ഐസിയിൽ. റബ്ബേ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന രോഗികളുണ്ട്. റബ്ബേ നീ ശിഫാ കൊടുക്കണേ അല്ലാ. അല്ലാഹു തആല ശിഫാ കൊടുക്കട്ടെ. നൗഫൽ യമാനി ഉസ്താദ് അഡ്മിറ്റാണ് ഹോസ്പിറ്റലിൽ, തൊണ്ടവേദനയ്ക്കുണ്ട്. അല്ലാഹു തആല ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നല്ലൊരു നിയ്യത്തിലായിരിക്കണം. 126 150 പേരും ഉണ്ടെങ്കിൽ അവർ നല്ല നിയ്യത്തിൽ ലൈക്ക് ചെയ്യണം. അത് നിങ്ങളുടെ ഈ മജ്ലിസിനെ ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണ്, ലക്ഷണമാണ്. എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം, ഷെയർ ചെയ്തു കൊടുക്കണം. ഇന്ന് വളരെ മർമ്മപ്രധാനമായ ജീവിതത്തിന്റെ നിർണായകത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ മർമ്മപ്രധാനമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അള്ളാഹു കേൾക്കാനും പഠിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേരുണ്ട്. ഹബീബെ സലാമുണ്ട്, പാത്തു എന്ന സഹോദരിയുണ്ട്, അതുപോലെ തന്നെ നസാഖത്ത് അലിയുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നസീമ ബദറുദ്ദീൻ അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവരുടെ നിയ്യത്തുകൾ അല്ലാഹു കബൂലാക്കട്ടെ. അൻസർ അയ്യൂബ് മകൾക്ക് വേണ്ടി അല്ലാഹു തആല സ്വാലിഹായ മകളാക്കട്ടെ. സുബൈദ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അവരുടെ രോഗത്തിന് അല്ലാഹു ശിഫാ കൊടുക്കട്ടെ. അവരുടെ മക്കൾക്ക് അല്ലാഹു തആല സ്വാലിഹായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അഡ്മിറ്റ് ആക്കി കഴിഞ്ഞു, അല്ലാഹു അഡ്മിറ്റ് കഴിഞ്ഞു അല്ലേ, അൽഹംദുലില്ലാ. അല്ലാഹു ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പരിപൂർണ്ണ ആരോഗ്യവും സിഹത്തും സലാമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. റിഫ ഭർത്താവിന്റെ ജോലിയിൽ ഭർത്താവിന്റെ ലഹരി ഉപയോഗം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ ആ ദുസ്വഭാവത്തിൽ നിന്ന് മോചിപ്പിക്കണേ. പടച്ചവനെ ദുസ്വഭാവത്തിൽ നിന്ന് നീ മോചിപ്പിക്കണേ അല്ലാ. നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ. മകന്റെ ജോലിയിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഉമ്മു ഹബീബയുടെ മകന്റെ ജോലിയിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മക്കൾക്ക് നല്ല ഇണയെ കൊടുക്കണേ അല്ലാ. റബ്ബേ നല്ല ഇണയെ കൊടുക്കണേ അല്ലാ. ഹഫ്സത്ത് വീഡിയാർ റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആബിദ് സിയാൻ റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാ. അബ്ദുർ റസാഖ് സാഹിബ് നീ അനുഗ്രഹിക്കണേ അല്ലാ. സൈഫുൻ നിസ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ മുറാദ് ഹസിലാക്കണേ അല്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ശാന്തിയും സമാധാനവും അല്ലാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. MM2 അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇവിടെ നിയ്യത്തുകളെ കബൂലാക്കട്ടെ. അവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരട്ടെ. ഇൻഷാ അല്ലാഹ് 150 പേരുണ്ട്. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലൈക്ക് ചെയ്യണേ എല്ലാവരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അൽഹംദുലില്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. മുഹമ്മദ് ഷരീഫ് ഉടുപ്പിയിൽ നിന്ന്, മാഷാ അല്ലാഹ്, ഉടുപ്പിയിൽ നിന്ന് അല്ലാഹു തആല ഉഖ്റവിയായ മക്കളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. ദീനി
സുന്നിയായ മക്കളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇണയെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖൈറായ ഇണയെ തന്ന് അനുഗ്രഹിക്കട്ടെ, സ്വാലിഹായ സന്താനങ്ങളെ തന്ന് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല മകന് സ്വാലിഹായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ വിഷയത്തിലേക്ക് ആരംഭിക്കുകയാണ്. എല്ലാവരും തയ്യാറല്ലേ? ഹജ്ജും ഉംറയും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. മകന്റെ ജോലിയിൽ അല്ലാഹു ബറക്കത്ത് തരട്ടെ. വാപ്പ ഹോസ്പിറ്റലിലാണ്, റബ്ബേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ശിഫാഉ കൊടുക്കണേ അല്ലാ, സിഹത്ത് സലാമത്ത് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ, അവരുടെ നിയ്യത്തുകളെ കബൂലാക്കണേ അല്ലാ. MRN ക്രിയേഷൻസ് അല്ലാഹു നീ അനുഗ്രഹിക്കണേ അല്ലാ. അനീഷ് മുനമ്പത്ത് അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അവരുടെ നിയ്യത്തുകളെ കബൂലാക്കട്ടെ, അവരുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. മൻസൂർ സൈൻ അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ. ആൽഫ അസീസ് നീ അനുഗ്രഹിക്കണേ അല്ലാ. സന PH റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ. അവിടെയൊക്കെ കുടുംബങ്ങളിൽ നീ ഖൈറും ബർക്കത്തും കൊടുക്കണേ അല്ലാ. നസീമ നിക്കാഹുണ്ട്, റബ്ബേ ഖൈറിലാക്കണേ അല്ലാ, ഖൈറിലാക്കണേ അല്ലാ. ഓർമ്മശക്തി നിലനിർത്തി കൊടുക്കണേ അല്ലാ. താഹിറ കാസർഗോഡ് അല്ലാഹുവേ വാടക വീട്ടിലാണ് റബ്ബേ, അവർക്ക് ഖൈറായ ഒരു ഭവനം കൊടുക്കണേ അല്ലാ, ഖൈറായ ഭവനം കൊടുക്കണേ അല്ലാ. സുബൈദ എന്ന സഹോദരി ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ നൽകണേ അല്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു ഞങ്ങളുടെ ഉദ്ദേശങ്ങളെയും ലക്ഷ്യങ്ങളെയും നിയ്യത്തുകളെയും മുറാദുകളെയും അല്ലാഹുവേ നീ ഹാസിലാക്കണേ അല്ലാ. എല്ലാവരും ആമീൻ പറയും. ഒരാളുടെ ആമീനെ പടച്ച തമ്പുരാൻ സ്വീകരിച്ചാൽ, ഒരാളുടെ ആമീൻ പടച്ച തമ്പുരാൻ സ്വീകരിച്ചാൽ 200 പേരുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ആ 200 പേർക്കും അതിന്റെ ഗുണങ്ങൾ അല്ലാഹു കൊടുക്കും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തട്ടെ ഇൻഷാ അല്ലാഹ്. ഒരുപാട് പേര് നമ്പർ കണ്ടിട്ട് മെസ്സേജ് അയച്ചിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. അഹമ്മദ് പാലംപറ അല്ലേ, പാലംപേട്ട അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. വാപ്പാക്ക് ക്ഷീണമാണ്, അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. മക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മളിങ്ങനെ ദുആ ചെയ്തുകൊണ്ട് പോയാൽ നമ്മുടെ വിഷയത്തിലേക്ക് തുടങ്ങാൻ കുറച്ച് വൈകും. അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മലപ്പുറവാൻ റഹ്മത്ത് അല്ലാഹു തആല ഖൈറിലാക്കട്ടെ. അല്ലാഹു വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും അല്ലാഹു ഏറ്റെടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. സിഹ്ർ അല്ലാഹു തആല ബാത്തിലാക്കി തരട്ടെ. ഖദീജ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അജ്മൽ അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവരുടെ നിയ്യത്തുകളെയും മുറാദുകളെയും അല്ലാഹു ഹാസിലാക്കട്ടെ. 200 പേരുണ്ട്, എന്നിട്ട് 90 ലൈക്കേ വന്നോളാം. അത്ര പേർക്ക് ഇഷ്ടപ്പെട്ടോളാം, എത്ര പേർക്ക് താല്പര്യമുള്ളൂ ഇൻഷാ അല്ലാഹ്. നല്ലൊരു നിയ്യത്തില് ലൈക്ക് ചെയ്താലേ സ്വർഗത്തിൽ പോകുമെന്ന് ഞാൻ പറയണില്ല കേട്ടോ. ലൈക്ക് ചെയ്താലേ സ്വർഗത്തിൽ പോകുമെന്ന് ഞാൻ പറയണില്ല. ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ട് വരുന്ന ആളുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആ വസിയത്തുകൾ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ മകൻ ഗൾഫിലാണ്, ജോലിയിലൊക്കെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ജമാല് അല്ലാഹുവേ ഡിഗ്രി എക്സാം നീ പരീക്ഷയിൽ പാസ്സാകാൻ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ. ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നീ ഇരുലോകത്തും വിജയിപ്പിക്കണേ അല്ലാ. മുഖ്താർ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. 35,000 രൂപയുടെ കുറി കിട്ടാനുണ്ട്. അല്ലാഹു തആല എളുപ്പമാക്കട്ടെ. അടുത്ത 2 വർഷമായി കിട്ടാനുണ്ട്. അല്ലാഹു തആല അത് എളുപ്പമായി എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് ആരംഭിക്കുകയാണ്. വെറുതെ അല്ല ഭാര്യ. വിവാഹം കഴിച്ചവർ എത്ര പേരുണ്ട്? ഒന്ന് കമന്റ് ചെയ്തേ. വിവാഹം കഴിച്ചവർ എത്ര പേരുണ്ട്? നിങ്ങളുടെ ഭാര്യയെ കൊണ്ട് നിങ്ങൾക്ക് ഖൈറാണോ ഗുണമാണോ? നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് നിങ്ങൾക്ക് ഖൈറാണോ അതല്ല നിങ്ങൾക്ക് വിഷമമാണോ? ഒന്ന് പറഞ്ഞേ. എത്ര പേരുണ്ടാകും? വിവാഹം കഴിച്ചവർ, അതുപോലെ തന്നെ ഭാര്യയെ കൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ട് അൽഹംദുലില്ലാ എനിക്ക് റാഹത്താണ്, എന്റെ ജീവിതം സന്തോഷമാണെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? സർ നാളെ കീമിന്റെ പരീക്ഷയാണ്. അല്ലാഹു തആല എളുപ്പമാക്കട്ടെ. അല്ലാഹു തആല എളുപ്പമാക്കട്ടെ. അല്ലാഹു എല്ലാ തടസ്സവും തരട്ടെ.
ഞാനുണ്ട്, ഇൻഷാ അല്ലാഹ് ഞാനുണ്ട്. ധൈര്യമായിട്ട് പറഞ്ഞോ. ഒരു പൈസ നിങ്ങൾ ചെലവാക്കണ്ട. കടം അല്ലാഹു തആല വീട്ടി തരട്ടെ. ഫാത്തിമ ഷെറിന് ഒരു പൈസ നിങ്ങൾ ചെലവാക്കണ്ട. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, സമാധാനം തന്നെ അനുഗ്രഹിക്കട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. അതെ, സമാധാനം കിട്ടും. സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ ഭാര്യയെ കൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്, അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ കൊണ്ട് എനിക്ക് ഗുണമുണ്ട്, ഉപകാരമുണ്ട്. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഭർത്താവ് ഖബറിലാണ്. അല്ലാഹു നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്, അല്ലാഹുവേ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്, മരുമകന് ഖൈറായ ജോലി കൊടുക്കണേ റബ്ബേ, അല്ലാഹു നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഫാത്തിമ ബീവി, സാജിദ് ഖാൻ, അനീസ, താജുദ്ദീൻ, ഇങ്ങനെ പോരട്ടെ ഇൻഷാ അല്ലാഹ്. എനിക്ക് എന്റെ ഭർത്താവിനെ കൊണ്ട് അല്ലെങ്കിൽ എന്റെ ഭാര്യയെ കൊണ്ട് അൽഹംദുലില്ലാഹ് ഇതുവരെ എന്റെ ജീവിതം സന്തോഷമാണെന്ന് പറയുന്ന എത്ര മുഅ്മിനീങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. ഇന്ന് ഭാര്യയെ കുറിച്ചും നാളെ ഭർത്താവിനെ കുറിച്ചും പറയാം. അതുപോലെ അൽഹംദുലില്ലാഹ് പോരട്ടെ പോരട്ടെ, കമന്റുകളൊക്കെ പോരട്ടെ, ഞാനൊന്ന് അറിയട്ടെ. അൽഹംദുലില്ലാഹ്, റാഹത്താണ്. വീട് അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കട്ടെ. നൗഷാദ് സാഹിബ് കുഴിയെങ്കിൽ അല്ലാഹു തആല ഖൈറായ ഭവനം കൊടുക്കട്ടെ, അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. എല്ലാ തടസ്സങ്ങളും കുറവുകളും അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഖൈറായ ഒരു ഭവനം എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു എല്ലാ കടങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ ബിസിനസ്സും അല്ലാഹു തആല ബിസിനസ്സും കൊടുത്ത് ബിസിനസ്സിൽ ബറക്കത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഷാമിൽ അൽഹംദുലില്ലാഹ് റാഹത്താണ്, ഉപകാരമുണ്ട് അൽഹംദുലില്ലാഹ്. വളരെ 100% വീട്ടിലും അൽഹംദുലില്ലാഹ് നല്ല ഖൈർ സമാധാനമായിരിക്കും. ഉള്ളതുകൊണ്ട് സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതമായിരിക്കും. എന്നാൽ 10% വരുന്ന വീടുകളിൽ ഭാര്യ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടാകും, വല്ലാതെ വേദന അനുഭവിക്കുന്നുണ്ടാകും, വല്ലാതെ ദുരിതം അനുഭവിക്കുന്നുണ്ടാകും. ഒന്നാമത്തതിന്റെ കാരണം അവിടുത്തെ അമ്മായിയമ്മ തന്നെയാണ്. രണ്ടാമത്തെ കാരണം അമ്മായിച്ചൻ തന്നെയായിരിക്കും. മൂന്നാമത്തെ കാരണം പെണ്ണിന്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും. നാലാമത്തെ കാരണം ഭർത്താവിന്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും. വീട്ടിലും 10% വരുന്ന കുടുംബങ്ങളുടെയും അവസ്ഥയാണ്. വലിയ റാഹത്തൊന്നുമില്ല ഉസ്താദേ, വലിയ സന്തോഷമൊന്നുമില്ല, വലിയ സമാധാനമൊന്നുമില്ല, വല്ലാത്ത ബുദ്ധിമുട്ടാണ്, പ്രയാസത്തിലാണ്. എന്താണ് അതിന് കാരണം? എന്താണ് അതിന് പരിഹാരം? മുഅ്മിനീങ്ങളെ, ഒരു നല്ല ഭാര്യ എങ്ങനെയായിരിക്കണം? ആ ഭാര്യ നമുക്ക് വെറുതെ അല്ലാഹു തആല തന്നതാണോ? ആ ഭാര്യയിലൂടെ നമുക്ക് അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? നന്മകൾ എന്തൊക്കെയാണ്? ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആ ഭാര്യ നമുക്ക് എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെയാണ് ഈ ലൈവിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു കേൾക്കാനും അതിനനുസരിച്ച് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹ്. നജ്മു താനൂർ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മറിയമത്ത് കടം അല്ലാഹു തആല വീട്ടി കൊടുക്കട്ടെ. ഭർത്താവിന് പ്രവാസിയാണ്, അല്ലാഹു തആല ആയുസ്സിന് വേണ്ടി ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും 350ഓളം പേരുണ്ട്, 124 പേര് ലൈക്കുള്ളൂ. അത്രയും പേർക്ക് ഇഷ്ടപ്പെടുന്നുള്ളൂ അല്ലേ? സഫാമോൾ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സഫാമോളും ഐസമോളും അല്ലാഹു തആല ഖൈർ നൽകട്ടെ. ജാഫർ അലി വലൈക്കും അസ്സലാം, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നിഅമത്തുകളും അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. പറയ് അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. 90% വീടുകളിലും അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായിരിക്കും, സമാധാനമായിരിക്കും. ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും അങ്ങനെ നല്ല രീതിയിൽ റാഹത്തായിട്ട് പോകും. 10% ഭവനങ്ങളിലെയും അവസ്ഥ വല്ലാത്ത ബുദ്ധിമുട്ടാണ്, ദുരിതമാണ്, വിഷമമാണ്. ഒന്നുകിൽ ഭാര്യയെ കൊണ്ടുള്ള പൊറുതികേട്, അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ടുള്ള പൊറുതികേട്, അല്ലെങ്കിൽ മക്കളെ കൊണ്ടുള്ള പൊറുതികേട്, അല്ലെങ്കിൽ അമ്മായിയമ്മയെ കൊണ്ടുള്ള പൊറുതികേട്, അല്ലെങ്കിൽ അമ്മായിയച്ഛനെ കൊണ്ടുള്ള പൊറുതികേട്, അല്ലെങ്കിൽ കുടുംബക്കാരെ കൊണ്ടുള്ള പൊറുതികേട്. ഇങ്ങനെ ആകെ കൂടി മൊത്തത്തിൽ അവിയലി പരുവത്തിലാണ് 10% വരുന്ന കുടുംബങ്ങളുടെയും അവസ്ഥ. ശരിയല്ലേ? അല്ലാഹു തആല ബറക്കത്ത് തരട്ടെ. ദ ആഡ്സ് ഇൻ ഹെവൻ അല്ലാഹു തആല ഖൈറും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. സ്വാലിഹായ ഭാര്യയെ കൊടുത്ത് ഭാര്യയെ അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. മക്കളെ അല്ലാഹു സ്വാലിഹായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. നാഫിയായ ഇൽമു കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഹജ്ജും ഉംറയും ഇൻഷാ അല്ലാഹ്. അല്ലേ? അവിയല് പരുവത്തിലായിരിക്കും 10% ഭവനങ്ങൾ. എന്നാൽ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ,
പരിശുദ്ധവും പരിപാവനവുമായ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്നറിയുമോ? സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ നിർബന്ധം സ്ത്രീകളുടെ അനന്തരാവകാശികൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെയും അവർക്ക് അവകാശപ്പെട്ട നിങ്ങൾ കൈയടക്കരുത്. അവർക്ക് നിങ്ങൾ വിവാഹ മൂല്യമായി കൊടുത്ത സമ്പത്തിൽ കുറച്ച് തിരികെ വാങ്ങുന്നതിന് നിങ്ങൾ അവരെ തടഞ്ഞു വെക്കരുത്. എന്നാൽ അവർ വ്യക്തമായ മോശത്തരം പ്രവർത്തിച്ചാൽ അവരിൽ നിന്നും വിവാഹ മൂല്യം തിരികെ വാങ്ങാവുന്നതാണ്, അവരെ വിവാഹമോചനം ചെയ്യാവുന്നതാണ്. അവരോട് ഉത്തമ നിലയിൽ നിങ്ങൾ വർത്തിക്കണേ, അവരോട് ഉത്തമമായ രീതിയിൽ നിങ്ങൾ പെരുമാറണേ. ഭാര്യ അപ്പൊ വെറുതെ അല്ല, ഭാര്യ അപ്പോൾ വെറുതെയല്ല, അവർ നിസാരക്കാരിയല്ല, ഒരു നിസാരക്കാരിയല്ല. ആ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് ഉത്തമരെന്ന് വിശുദ്ധമായ ഖുർആൻ. ചില പെണ്ണുങ്ങളൊക്കെ പറയുന്നുണ്ടാകും, ഉസ്താദേ ഞങ്ങളൊക്കെ രണ്ടാം തരക്കാരായിട്ടാണ് കാണുന്നത്, ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ തളച്ചിട്ടിരിക്കുകയാണ്, വീട്ടിലൊക്കെ തളച്ചിട്ടിരിക്കുകയാണ്, വീട്ടിലെ തളച്ചിട്ടിരിക്കുകയാണ്, രണ്ടാം തരക്കാരായിട്ടൊക്കെയാണ് ഞങ്ങളെ കാണുന്നത്, ഒരു പരിഗണനയും തരുന്നില്ല. എന്നാൽ ഭർത്താക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്നത് അവര് നിസാരക്കാരിയല്ല. കേൾക്കണില്ലേ ഞാൻ പറയുന്നത്? ആ ഭാര്യ എന്ന് പറയുന്നത് നിസാരക്കാരിയല്ല. അവരോട് നിങ്ങൾ മാന്യമായിട്ട് പെരുമാറണേ, അവരോട് ഉത്തമരായിട്ട് നിങ്ങൾ പെരുമാറണേ. അവർ നിസാരക്കാരിയല്ല, ചില്ലറക്കാരിയല്ല. ഒരു പക്ഷേ നിന്നേക്കാൾ പടച്ച തമ്പുരാന്റെ അടുക്കലേക്ക് പദവി കൊണ്ട് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങളുടെ ഭാര്യയായിരിക്കും. ഭാര്യയും ആയിട്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ജീവിക്കണം. അവരെ അടിച്ചമർത്താനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, അവരെ അടുക്കളയിൽ ഉള്ള ഒരു മൂലയിൽ തളച്ചിടാനല്ല വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവരെ ചവിട്ടുകൊറ്റയിലേക്ക് വലിച്ചെറിയാനല്ല വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നീ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പിടി എടുത്തുകൊണ്ട് നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ വെച്ചുകൊടുത്താൽ പോലും അതിന് വരെ പടച്ച തമ്പുരാൻ പ്രതിഫലം നൽകുന്നുണ്ട്. ആ ഭാര്യയുടെ വായിലേക്ക് ഒരു പിടി ഭക്ഷണം എടുത്ത് വെച്ചു കൊടുത്താൽ പോലും ആ ഉരുളയ്ക്ക് അല്ലാഹു തആല അളവറ്റ പ്രതിഫലം നൽകുന്നുണ്ട്. അങ്ങനെയുള്ള ഭാര്യമാരെ പല വീടുകളിലും ഇട്ട് ഭർത്താക്കന്മാര് വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ട്, വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. പല ആളുകൾ, പല പെണ്ണുങ്ങളും അത് പുറത്തു പറയാത്തതാണ്. അതെ, ശരിയാണ് ഈ പറയണതൊക്കെ. വീട്ടിലാണെങ്കിൽ ഒരു സമാധാനവുമില്ല, ഒരു സ്വസ്ഥതയുമില്ല, ഒരു റാഹത്തുമില്ല. എന്തേ കാരണം? ഞാൻ പറയുന്നതിനൊന്നും ഒരു വിലയില്ല. എന്റെ ഇക്കാക്ക് ശരീരസുഖത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഞങ്ങളുടെ മക്കളില്ല, അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു ഒന്ന് എഴുന്നേൽക്കാനുള്ള തൗഫീക്ക് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യയുടെ വിഷയത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയാണ് മനുഷ്യ ജീവിതത്തിന്റെ അടിത്തറ തന്നെ നിലകൊള്ളുന്നത്. അത് പവിത്രമായാൽ ജീവിതം സുന്ദരമാണ്, അത് മോശമായാൽ മനുഷ്യ ജീവിതത്തിന്റെ അടിത്തറയ്ക്ക് തന്നെ ഇളക്കമുണ്ടാകും. മനുഷ്യ ജീവിതത്തിന്റെ അടിത്തറ നിലകൊള്ളുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിലാണ്. അപ്പോൾ ഇവിടെ മനുഷ്യ ജീവിതത്തിന്റെ ഒരു സാംസ്കാരികമായ രീതിയിലുള്ള ഒരു ജീവിതം ഇവിടെ നിലനിൽക്കണമെങ്കിൽ അത് സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ മാത്രമാണ്. സ്ത്രീയും സ്ത്രീയുമല്ല, ആണുമാണുമല്ല, സ്ത്രീയും സ്ത്രീയുമല്ല, സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയാണ് മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പ് തന്നെ. അല്ലാതെ ആണുമാണുമല്ല, പെണ്ണുമല്ല. 425 പേരുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കട്ടെ.
അല്ലാഹു തആല കബൂലാക്കട്ടെ, അവരുടെ മുറാദെല്ലാം ഹാസിലാക്കട്ടെ, അവരുടെ നിയ്യത്തുകളെല്ലാം അല്ലാഹു കബൂലാക്കട്ടെ, അവരുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കട്ടെ. അവരിലുള്ള രോഗികൾക്ക് അല്ലാഹു നീ ശിഫാ കൊടുക്കണേ അല്ലാ, അല്ലാഹു നീ ശിഫാ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മാനസികമായ അല്ലാഹു ഉന്മേഷം കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മനുഷ്യ ജീവിതത്തിന്റെ അടിത്തറ തന്നെ നിലകൊള്ളുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയാണ്. ആ ബന്ധം പവിത്രമായാൽ ജീവിതം തന്നെ സുന്ദരമാകും. അത് മോശമായാൽ മനുഷ്യ ജീവിതത്തിന്റെ അടിത്തറയ്ക്ക് തന്നെ ഇളക്കമുണ്ടാകും. അമലുകൾ തന്നെ പൊളിഞ്ഞു പോകാൻ കാരണമാകും. നിസ്കാരം തന്നെ പടച്ച തമ്പുരാന്റെ അടുക്കലേക്ക് എത്തുന്നതിന് തടസ്സമാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനുണ്ടല്ലോ, സ്ത്രീക്കും പുരുഷനും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്, അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. തന്റെ സന്താനങ്ങൾക്ക് ആവശ്യമായ വിവരവും വിദ്യാഭ്യാസവും നൽകേണ്ടത് പുരുഷന്റെ കടമയാണെങ്കിൽ ഗഹന സംരക്ഷണത്തിനും സന്താന പരിപാലനത്തിനും സ്ത്രീക്കും വലിയ കടമയുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇരുവരുടെയും ഉത്തരവാദിത്ത നിർവഹണത്തെ പറ്റി അല്ലാഹുവിൽ നിന്നുള്ള വിചാരണ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഒരു വീട്ടിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തമുണ്ട്. മക്കളെ നോക്കുന്നതിൽ, വീട് പരിപാലിക്കുന്നതിൽ, സന്താനങ്ങളെ പരിപാലിക്കുന്നതിലൊക്കെ രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തമുണ്ട്. ചില ഭർത്താക്കന്മാര് വലിയ മുതലാളിമാരെ പോലെ ചമഞ്ഞിരുന്നിട്ട് നിന്റെ കുഴപ്പമായിരുന്നു, നീ എന്തേ കുഞ്ഞിനെ നോക്കാത്ത, എല്ലാ തെറ്റുകളും എല്ലാ കുറ്റങ്ങളും ഭാര്യയുടെ മണ്ടയിൽ കൊണ്ട് അടിച്ചേപ്പിച്ചങ്ങ് പാവങ്ങള്. അതിന് 100 കൂട്ടം കാര്യങ്ങളുണ്ടാകും. വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, മുറ്റമടിക്കണം, വസ്ത്രങ്ങൾ കഴുകണം, ചോറ് വെക്കണം, അതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങളെ നോക്കണം, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങള് പണികളൊക്കെ, വീടിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊക്കെ അവർക്ക് ചെയ്യേണ്ടതിന്റെ ഇടയിലാണ് എന്തെങ്കിലും ഒരു വീഴ്ച ഏതെങ്കിലും ഒരു ഭാര്യയിൽ നിന്ന് സംഭവിച്ചു പോയാൽ പിന്നെ ഭർത്താക്കന്മാര് പിന്നെ അവിടെ കയറു പൊട്ടിക്കലാണ്, ഒരു യുദ്ധമാണ്, ഒരു ബഹളമാണ്. അവസാനം അത് ഡിവോഴ്സിലേക്ക് വരെ എത്തിച്ചേർന്ന് നിൽക്കും. ഇവിടെയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. തന്റെ സന്താനങ്ങൾക്ക് ആവശ്യമായ വിവരവും വിദ്യാഭ്യാസവും നൽകേണ്ടത് പുരുഷന്റെ കടമയാണ്, അത് ഭർത്താവിന്റെ കടമയാണ്. ആ മക്കൾക്ക് മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുക, ആ കുട്ടികൾക്ക്, ആ മക്കൾക്ക് ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കുക, അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് സംരക്ഷണം കൊടുക്കുക, അവർക്ക് നല്ല കടമകളും നല്ല ബോധവും കൊടുക്കുക. ഇതൊക്കെ ഭർത്താവിന്റെ കടമയാണ്, ഒരു പിതാവിന്റെ കടമയാണ്. അപ്പൊ ഭാര്യയുടെ കടമ എന്താ? ഭാര്യയുടെ ഉത്തരവാദിത്വം എന്താ? ഗഹന സംരക്ഷണം, വീടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, വീട് പരിപാലിക്കുക, വീട്ടിൽ ഉള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, ഭക്ഷണം തയ്യാറാക്കുക, അതുപോലെ തന്നെ വീട്ടിൽ വരുമ്പോൾ അവരെ സന്തോഷിപ്പിക്കുക, അതുപോലെ തന്നെ മക്കളെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് മക്കളുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കുക, അവരെ പഠിപ്പിക്കുന്നതിലൊക്കെ അവർ ശ്രദ്ധ പതിപ്പിക്കുക. ഇതൊക്കെയാണ് ഭാര്യയുടെ. അപ്പൊ തുല്യ പങ്കാളിത്തം. ഒരാൾ പുറത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരാൾ അകത്തെ കാര്യങ്ങൾ നോക്കും. അല്ലാതെ എല്ലാം കൂടി നീ തന്നെ നോക്ക് എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളുടെ മണ്ടയിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ട് അത് നടത്തുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അത് ശരിയായ പ്രവണതയല്ല, അത് ശരിയായ പ്രവണതയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അർറജുലു റാഇൻ അലാ അഹ്ലി ബൈതിഹി വൽ മർഅതു റാഇയത്തുൻ അലാ അഹ്ലി ബൈതി സൗജിഹാ. പുരുഷൻ അവന്റെ കുടുംബത്തിന്റെ ഇടയനും. ശ്രദ്ധിച്ചു കേൾക്കണേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശ്രദ്ധിച്ചു കേൾക്കണേ.
ഭാര്യ ഒരു നിസാരക്കാരിയല്ല, ഭർത്താവും ഒരു നിസാരക്കാരനല്ല. അവരെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ സംസാരിക്കും. പുരുഷൻ അവന്റെ കുടുംബത്തിന്റെ ഇടയനും അവന്റെ കൂട്ടത്തിന്റെ ഉത്തരവാദിയും, സ്ത്രീ ഭർത്താവിന്റെ വീട്ടിലെ ഇടയനും അവളുടെ കൂട്ടത്തിന്റെ ഉത്തരവാദിയുമാണ്. അപ്പൊ രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തമുണ്ട്. എവിടെയാ ഇസ്ലാം പെണ്ണുങ്ങളെ താറടിച്ച് കാണിക്കണമെന്ന് പറയുന്നത്, അടിച്ചൊതുക്കണം എന്ന് പറയുന്നത് എവിടെയാ? അപ്പൊ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞതോ, പുരുഷൻ അവന്റെ കുടുംബത്തിന്റെ ഇടയനും അവന്റെ ആട്ടിൻകുട്ടത്തിന്റെ ഉത്തരവാദിയും, അഥവാ അവന്റെ മക്കള്, അവന്റെ ആശ്രിതത്തിന്റെ കീഴിൽ കഴിയുന്ന ആളുകളുടെ ഒക്കെ ഉത്തരവാദിത്വം പുരുഷനുമുണ്ട്, സ്ത്രീക്കുമുണ്ട്. ഉത്തരവാദിയാണെന്ന് ഞാൻ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല സ്ത്രീ പുരുഷന്മാരെ പരസ്പര പൂരകങ്ങളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പരസ്പര പൂരകങ്ങളായിട്ട്. മനസ്സിലായില്ലേ? ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീക്ക് ഒരു പുരുഷൻ ഉണ്ടായേ മതിയാകും. ഒരു പുരുഷനുണ്ടെങ്കിൽ ആ പുരുഷനിക്ക് ഒരു സ്ത്രീ ഉണ്ടായാലേ മതിയാകും. അങ്ങനെയേ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്ര സാധ്യമാകും. മനസ്സിലായോ? അല്ലാതെ ആണിന് ആണും പെണ്ണിന് പെണ്ണും അതെന്തൊരു ജീവിതമാണ്, അതെന്തൊരു ലോകമാണ്, അതെന്തൊരു മോശമായ പ്രവൃത്തിയാണ്, അല്ലേ? അപ്പോൾ തുല്യ പങ്കാളിത്തം പടച്ച തമ്പുരാൻ അവിടെയും സ്ത്രീക്ക് കൊടുക്കുന്നു, ഭാര്യയ്ക്ക് കൊടുക്കുന്നു. അള്ളാഹു സ്ത്രീ പുരുഷന്മാരെ പരസ്പര പൂരകമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പരസ്പര സഹകരണത്തിലൂടെ ഇരുവർക്കും അവരുടെ കടമ പൂർത്തീകരിക്കുവാൻ സാധിക്കുള്ളൂ. മനസ്സിലായില്ലേ? അള്ളാഹു സ്ത്രീ പുരുഷന്മാരെ പരസ്പര പൂരകമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പരസ്പര സഹകരണത്തിലൂടെ ഇരുവർക്കും അവരുടെ കടമകൾ പൂർത്തീകരിക്കാൻ സാധിക്കൂ. ഒരാൾ എന്ത് ചെയ്യണം? രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തമുണ്ട്. ഒരാളെ ഒറ്റൊരാളുടെ വേണ്ടിലേക്ക് അടിച്ചേൽപ്പിക്കുക. ഇക്കാക്ക് കച്ചവടം അല്ലാഹു തആല ശരിയാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു എളുപ്പം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. വിശുദ്ധമായ ഖുർആൻ പറയട്ടെ സഹോദരങ്ങളെ, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ് വലിർരിജാലി അലൈഹിന്ന ദറജത്തു വല്ലാഹു അസീസുൻ ഹകീം. ഭാര്യമാരുടെ മേൽ ഭർത്താക്കന്മാർക്ക് കടമകളുള്ളതുപോലെ നിയമാനുസൃതം ഭർത്താക്കന്മാർക്കും ഭാര്യമാരോട് ചില കടമകളുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് അവരുടെ മേൽ ഒരല്പസ്ഥാനമുണ്ട്, മഹത്വമുണ്ട്. അല്ലാഹു പ്രതാപശാലിയും തന്ത്രജ്ഞാനുമാണ്. ഒരല്പം മാത്രമേ ഉള്ളൂ, ഒരല്പം പോയിന്റ് മാത്രമേ ഉള്ളൂ. ആരുടെ സ്ഥാനം? പുരുഷന്റെ സ്ഥാനം. എന്തേ കാരണം എന്നറിയോ? ഭാര്യമാരുടെ മേൽ ഭർത്താക്കന്മാർക്ക് കടമകളുണ്ട്, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുടെ മേലും കടമയുണ്ട്. എന്നാൽ ഒരല്പം സ്ഥാനം പുരുഷനായിരിക്കും. എന്തേ കാരണം? എന്താ കാരണം എന്നറിയോ? ഭർത്താവിന് ഭാര്യയുടെ മേൽ അധിക ഉത്തരവാദിത്വം കൂടി നൽകിയിട്ടുണ്ട്. ഭർത്താവിന് ഭാര്യയുടെ മേൽ അധിക ഉത്തരവാദിത്വം കൂടി നൽകിയിട്ടുണ്ട്. അതിന്റെ കാരണവും ഖുർആനിലെ സൂക്തങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ ഭർത്താവിനാണ് ഭാര്യ സന്താനങ്ങളുടെ സംരക്ഷണ ചുമതലയുള്ളവന് പരിഗണന ഇത്തിരി അധികം കിട്ടുക എന്നുള്ളത് സ്വാഭാവികമാണ്, അല്ലേ? അത് സ്വാഭാവികമാണ്. അതിൽ പിന്നെ കടന്ന് കടിവീടി കൂടിയിട്ട് കാര്യമുണ്ടാ? ഇപ്പോ കേരളത്തിന്റെ ഭരണം ആരുടെ കയ്യിലാ? പിണറായി വിജയന്റെ കയ്യിലാ. അപ്പൊ പിണറായി വിജയന് നമ്മുടെ കാര്യത്തിലൊക്കെ എന്താ ഉണ്ടാകണം? ഒരു പരിഗണന ഉണ്ടാകണം, അല്ല, ശ്രദ്ധ ഉണ്ടാകണം. അങ്ങനെ പിണറായി വിജയന് മറ്റു മന്ത്രിമാരെക്കാൾ കുറച്ചെന്ത് ചെയ്യണം? ഒരു അധിക പരിഗണന ഉണ്ടാകും. കാരണം എന്താ? ആ മന്ത്രിമാരെയും കൂടി നിയന്ത്രിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്, അല്ലേ? ശരിയല്ലേ? മറ്റ് വിവാദ വിഷയങ്ങളിലേക്കല്ല പോകുന്നത്. നിങ്ങൾ അത് പറഞ്ഞിട്ട് ഉസ്താദ് കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞു, LDF പറഞ്ഞു ഒന്നും പറഞ്ഞിട്ട് നിൽക്കരുത്. ഞാനൊരു പാർട്ടിയുടെയും വക്താവല്ല. പക്ഷെ അത് പാർട്ടിയും സംഘടനയും ആദർശവും പറയലല്ല നമ്മുടെ ഹിദായത്തുൽ അൻവാർ എന്ന് പറയുന്ന ഈ മജ്‌ലിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെയോ
കുറച്ച് ഇൽമുകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, എന്തെങ്കിലും നന്മകൾ പറഞ്ഞു കൊടുക്കുക, ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു ഈ 500 പേര് അല്ലെങ്കിൽ 549 പേര് ഈ മജ്ലിസ് കാണുന്നുണ്ടെങ്കിൽ അവർ ആമീൻ പറയുക. അവരുടെ ആമീനിലൂടെ നമ്മുടെയൊക്കെ പ്രാർത്ഥന സ്വീകരിക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഒരേ സമയം ഇങ്ങനെ മജ്ലിസ് കണ്ടുകൊണ്ട് അൽഹംദുലില്ലാ അവർ ആമീൻ പറയുന്നുണ്ട്. അവരുടെ ആമീനിലെ ഒരാളുടെ ആമീനെങ്കിലും പറഞ്ഞ് നമ്മുടെ ദുആ സ്വീകരിച്ചാൽ, പറയുമ്പോൾ അതിലൂടെ നമ്മുടെ ദുആ സ്വീകരിച്ചാൽ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം, അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു സ്വീകരിക്കും, അതിന് അളവറ്റ പ്രതിഫലമുണ്ട്. എന്നാൽ കൂട്ടമായിട്ട് ദുആ ഒരാൾ ദുആ ചെയ്യുന്നു, മറ്റുള്ളവർ ആമീൻ പറയുന്നു, അപ്പൊ സ്വീകാര്യത കുറച്ച് അധികമുണ്ട്. കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരൊറ്റ വഖത്ത് പോലും നിസ്കാരം ഖളാ ആക്കാത്ത ഉമ്മമാര് ഈ കൂട്ടത്തിലുണ്ടാകും, അല്ലേ? ഉപ്പമാരുണ്ടാകും, മുത്തഅല്ലിമീങ്ങളുണ്ടാകും, ഹാഫിളീങ്ങളുണ്ടാകും, ഉസ്താദുമാരുണ്ടാകും, അതുപോലെ തന്നെ ആബിദീങ്ങളുണ്ടാകും, സ്വാലിഹീങ്ങളുണ്ടാകും, അതുപോലെ തന്നെ മഹാരഥന്മാരുണ്ടാകും, തങ്ങളുമാര് വരെ കാണും. മുമ്പൊക്കെ നമ്മുടെ മജ്ലിസിൽ 2-3 തങ്ങളുമാര് വരുമായിരുന്നു. അല്ലാഹു തആല അവരുടെയൊക്കെ ദുആയിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവരുടെയൊക്കെ പ്രാർത്ഥനയിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ മഹത്വം പറയുന്ന അല്ല, ഫള് പറയണതല്ല. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യമായ കടമകൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ടെങ്കിലും ഭർത്താവിന് ഭാര്യയുടെ മേൽ അധിക ഉത്തരവാദിത്വം കൂടി നൽകിയിട്ടുണ്ട്. കാരണം ഭർത്താവിനാണ് ഭാര്യ സന്താനങ്ങളുടെ സംരക്ഷണ ചുമതല. അങ്ങനെ സംരക്ഷണ ചുമതല അധികമുള്ളത് കൊണ്ട് പരിഗണന ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ് എന്ന് കരുതി ഒരു പരിഗണന, ഒരല്പം പരിഗണന ഭർത്താവിന് ഉണ്ടെന്ന് കരുതിയിട്ട് ഭാര്യയുടെ മേൽ എന്തും തോന്നിവാസവും കാണിക്കാം, എന്ത് വൃത്തികേടുകളും അവരോട് കാണിക്കാം, ഈ തോന്നിയ രീതിയിൽ അവരോട് പെരുമാറാം, അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങൾ അവരോട് പെരുമാറാം, അവരുടെ കരണക്കുറ്റിക്കിട്ട് നല്ല അടി വെച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നല്ല ദേഷ്യം വരുമ്പോഴത്തേക്ക് പെടലിക്കിട്ട് 2 അടി വെച്ചു കൊടുക്കാം. ഇതിനൊന്നും അവകാശമില്ല. അതൊന്നും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരിക്കലും അംഗീകരിച്ചു തരുന്നില്ല. അങ്ങനെ ചെയ്യണമെന്നേ പഠിപ്പിച്ചു തരുന്നില്ല. എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കോ ഭാര്യയെ നിങ്ങൾ അടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്? എങ്ങനെ അടിക്കണമെന്നാ പറയുന്നത്? ഭാര്യ അനുസരണക്കേട് കാണിച്ചാൽ അടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ അടിക്കണം? സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ, സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് ആ ഭാര്യമാരെ ഒന്ന് വിരട്ടിയാൽ തന്നെ അവർക്ക് ആ തെറ്റു മനസ്സിലാകും. പിന്നെ അവർ തെറ്റ് ചെയ്യൂല. അല്ലാതെ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് ഓടി വന്നിട്ട് ഭാര്യയുടെ കരണക്കുറ്റിക്ക് ഒരു ഒറ്റ അടി അടിച്ചിട്ട് അങ്ങനെ ആണത്തം കാണിക്കുന്നവൻ യഥാർത്ഥ ആണല്ല, അവനൊരു ഉത്തമ ഭർത്താവല്ല. അങ്ങനെയല്ല പറഞ്ഞത്, അങ്ങനെ അടിക്കണമെന്നല്ല പറഞ്ഞത്. പൊട്ടാത്ത, മുറിവേൽപ്പിക്കാത്ത, വേദനിക്കാത്ത രീതിയിൽ ചെറിയൊരു കൊട്ടുതാ ഈ ഭാഗത്ത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പഠിപ്പിച്ചു തരുന്നുണ്ട്. പൊട്ടാത്ത, മുറിവേൽക്കാത്ത, പോറലേൽക്കാത്ത, ക്ഷതമേൽക്കാത്ത ചെറിയൊരു തട്ടിങ്ങനെ കൊടുത്ത് പറഞ്ഞ കേൾക്കാത്ത ഇങ്ങനെ ഇതേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇത് പറഞ്ഞ കേൾക്കാത്തത്, അനുസരണ ഇല്ലാത്തത്. ഈ മര്യാദക്ക് നിന്റെ വാപ്പാടെ വീട്ടിൽ പൊക്കോണം, ഇവിടെ നീ നിൽക്കണ്ട, ഒരൊറ്റ സെക്കൻഡ് പോലും നീ ഇവിടെ താമസിക്കണ്ട. അത് ത്വലാഖിന്റെ വചനമാണ്. തമാശയ്ക്ക് പോലും അങ്ങനെ പറയാൻ പാടില്ല. നിന്നെ എനിക്ക് ഇഷ്ടമല്ല, നീ ഇവിടെ ഇറങ്ങിപ്പോക്കോ, നീ നിനക്ക് തോന്നിയതുപോലെ ചെയ്തോ, നീ നിന്റെ വാപ്പാരെ വീട്ടിൽ പൊക്കോ, നീ നിന്റെ ഉമ്മാടെ വീട്ടിൽ പൊക്കോ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ, ഇവിടെ മേലാൽ എന്റെ കണ്ണു മുമ്പിൽ കണ്ടുപോകരുത്. ഇതെല്ലാം ഡിവോഴ്സിന്റെ വചനങ്ങളാണ്. തമാശയ്ക്ക് പോലും ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നീ നിന്റെ വാപ്പയുടെ വീട്ടിൽ പോയിക്കോ, ഇവിടെ ഒരൊറ്റ നിമിഷം പോലും ഇവിടെ നിൽക്കരുത് എന്ന് പറയുന്നത് അത് ഡിവോഴ്സിന് കാരണമാകും. ത്വലാഖിന്റെ വചനങ്ങളാണ്. തമാശയ്ക്ക് പോലും ഭാര്യയുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ വെറുതെ അല്ല ഭാര്യ എന്ന് നമുക്ക് മനസ്സിലായില്ലേ? വെറുതെ അല്ല ഭാര്യ. നിങ്ങൾ ചിലപ്പോ സീരിയലായിരിക്കും കാണുന്നത്, അല്ലേ? വെറുതെ അല്ല ഭാര്യ, അല്ലെങ്കിൽ സിനിമയുടെ പേരായിരിക്കും. അതല്ല ഇവിടത്തെ ടോപ്പിക്ക്.
579 പേരുള്ള ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം, എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലൈവിന്റെ സമയത്ത് എത്തും. അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ഭാര്യ ഒരു നിസാരക്കാരിയല്ല. അവർക്കും പടച്ചവന്റെ മുമ്പിൽ നമ്മളെക്കാൾ മഹത്വവും ശ്രേഷ്ഠതയും പദവിയും ഒക്കെ ഉണ്ട്. അവരെ നിങ്ങൾ അടിക്കണം എന്ന് പോലും ഖുർആൻ പറയുമ്പോ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് അതിനെ വിശദീകരിച്ചു തരുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണേ, ഇസ്ലാമിന്റെ പ്രമാണം എന്ന് പറയുന്നത് നമ്മുടെ ജാമിദ ടീച്ചർ ഈ നമ്മുടെ ഇസ്ലാമിനെ വിമർശിക്കുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. സ്ത്രീ ഒരു കൃഷിയിടമാണ്. ആ സ്ത്രീയുടെ ശരീരത്ത് എന്ത് പോക്രിത്തരവും ഏത് രീതിയിൽ വേണമെങ്കിലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. അത് കൃഷിയിടമല്ലേ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അവരോട് പെരുമാറാമല്ലോ എന്ന് ജാമിദ ടീച്ചർ പറയുന്നു. മാത്രമല്ല, സ്ത്രീക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യവും അവകാശവും അവരുടെ വീട്ടിനകത്ത് തളച്ചിടുകയാണ്. അവരെ അടിക്കണം എന്ന് പോലും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരികയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. അവരുടെ ചതികളിലോ വഞ്ചനകളിലോ കുതന്ത്രങ്ങളിലോ നിങ്ങൾ പെട്ടുപോകരുത്. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് ഖുർആൻ മാത്രമല്ല, ഹദീസ് മാത്രമല്ല, പച്ചയായ ഖുർആനിന്റെ ആയത്ത് പറഞ്ഞിട്ട് അർത്ഥം പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിന്നാൽ ആ തെറ്റിദ്ധാരണയിൽ മണ്ടന്മാരായ ബുദ്ധിയില്ലാത്ത വിവേകമില്ലാത്ത ആളുകൾ വീണുപോകും. പക്ഷെ നമ്മൾ ചിന്തിക്കുക, ഇസ്ലാമിൽ യുക്തിക്കല്ല സ്ഥാനം, ബുദ്ധിക്കാണ് സ്ഥാനം. ഇസ്ലാമിൽ 4 പ്രമാണങ്ങളാണുള്ളത്: ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഇതിൽ 4 ഇതാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ. ഈ പ്രമാണങ്ങൾ അംഗീകരിക്കുന്നവരാകണം നമ്മൾ ഓരോരുത്തരും. അല്ലാതെ ഖുർആൻ മാത്രമല്ല നമ്മുടെ പ്രമാണം, ഹദീസ് മാത്രമല്ല നമ്മുടെ പ്രമാണം. പിന്നെയോ ഇജ്മാ, ലോകത്തിലുള്ള എല്ലാ ആലിമീങ്ങളും പണ്ഡിതന്മാരും ഒരുമിച്ച് കൂടിയിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ അതും ഇസ്ലാമിന്റെ പ്രമാണമാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ കർമ്മശാസ്ത്രവും ഒരു പ്രമാണമാണ്. വിശ്വാസികളാകുന്ന നമ്മള് 4 മദ്ഹബിൽ വിശ്വാസിയായിരിക്കണം. ഷാഫി മദ്ഹബ്, ഹനഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ്. മനസ്സിലായില്ലേ? ഖുർആനിന്റെ പച്ചയായ അർത്ഥം വെച്ചാൽ ചിലപ്പോൾ നമ്മൾ വഴിപിഴച്ചു പോകാൻ സാധ്യതയുണ്ട്. പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പരിശോധിച്ചു നോക്ക്. 3 വഖത്ത് നിസ്കാരത്തിനെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ 3 വഖത്ത് നിസ്കരിക്കോളോ? പിന്നെ അതിന്റെ വിശദീകരണം എവിടെ നമ്മൾ പരിശോധിക്കണം? ഹദീസ് പരിശോധിക്കണം. ആ ഹദീസിലുണ്ടാകും അതിന്റെ വിശദീകരണം. ഹദീസിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എവിടെ പരിശോധിക്കണം? ലോകത്തുള്ള പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായം, ഒരേപോലത്തെ അഭിപ്രായം നമ്മൾ മുഖവിലേക്കെടുക്കണം. അതിനെയാണ് നമ്മൾ പിടിക്കാനുള്ളത്. അവിടെയും കിട്ടിയില്ലെങ്കിൽ ഖിയാസ് എന്ന് പറയുന്ന ഒരു പ്രമാണമുണ്ട്. ആ രീതിയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. അല്ലാതെ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ ഇത് രണ്ടും മാത്രമേ നമ്മൾ അംഗീകരിക്കുകയുള്ളൂ, ഇത് രണ്ടും മാത്രമേ നമ്മൾ കേൾക്കുകയുള്ളൂ എന്ന് പറയാൻ നിന്നാൽ അതിനെ പിന്നെ സമയമുണ്ടാവും. മനസ്സിലായില്ലേ? തെറ്റിദ്ധരിച്ചു പോകരുത്. അപ്പൊ ഖുർആനിൽ സ്ത്രീകളെ അടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ അടിക്കണമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് അതിനെ വിശദീകരിച്ചു തരുന്നുണ്ട്. നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ അടിക്കണമെന്ന് പറയുമ്പോ അത് എങ്ങനെ അടിക്കണം? സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ ആ ഭാര്യയുടെ മുഖത്തേക്കൊന്ന് കണ്ണു തുറപ്പിച്ച് നോക്കിയാൽ മതി. എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ, എന്തെങ്കിലും ഒരു പറഞ്ഞിട്ട് അനുസരണക്കേട് കാണിച്ചാൽ, നീ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ തന്നെ അവർക്ക് വിഷമകരമായിരിക്കും. സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ പിന്നീട് ഒരിക്കലും അവൾ ആ തെറ്റ് ചെയ്യില്ല. പിന്നെ വന്നിട്ട് പറയും, ഇക്ക ഞാൻ തെറ്റ് ചെയ്യൂലക്ക, എന്നെ ഇങ്ങനെ നോക്കല്ലേ, പറയോ ഇല്ലേ? അതല്ലാതെ ഇക്ക ഒരു തെറ്റ് കാണുമ്പോഴത്തേക്ക് ഓടി വന്നിട്ട് എന്താണ് നീ കാണിച്ചു, നീ ഓടി വന്ന് പെട്ടിയും പ്രമാണം എടുത്തിട്ട് ഇപ്പൊ പൊക്കോണം, കരണക്കുറ്റിക്കിട്ട് നല്ല പെടയാ നിനക്ക് തരേണ്ടത് എന്നും പറഞ്ഞിട്ട് അവളുടെ കരണക്കുറ്റിക്കിട്ട് ഒരൊറ്റ അടി അടിച്ചാൽ അതല്ല യഥാർത്ഥ വിശ്വാസിയുടെ അടയാളം, ലക്ഷണം. ഒരു ഭർത്താവിന്റെ യഥാർത്ഥ ലക്ഷണം അതല്ല. കരണക്ക് അടി കൊടുത്താൽ
മുസ്ലിം അവന് ഭർത്താവാണെന്നാണ് അവന്റെ വിചാരം. ശരിയല്ല. ഇതൊക്കെ പറയുമ്പോ ഭർത്താക്കന്മാർക്ക് ചിലപ്പോൾ പിടിക്കൂല. ഞാൻ ഉൾപ്പെടെയുള്ള ഭർത്താക്കന്മാരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാഹു തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അവരെ ഉപദ്രവിക്കാനും അവരെ കുറ്റപ്പെടുത്താനും അവരെ വേദനിപ്പിക്കാനും അവരെ ഒറ്റപ്പെടുത്താനും രണ്ടാം തരക്കാരായിട്ട് അവരെ അടുക്കളയുടെ മൂലകളിൽ തളച്ചിടാനും ഉള്ളവരല്ല. അങ്ങനെയല്ല വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. മനസ്സിലായില്ലേ? തെറ്റിദ്ധരിച്ചു പോകരുത്. ഖുർആനിന്റെ പച്ചയായ അർത്ഥം പറഞ്ഞുകൊണ്ട് ചില ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും. ആ ചതികളിലും ആ കുതന്ത്രങ്ങളിലും നിങ്ങൾ വീണു പോകരുത്. ഇസ്ലാമിൽ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് ഖുർആനും ഹദീസും മാത്രമല്ല. ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും ഇങ്ങനെ 4 പ്രമാണങ്ങളുണ്ട്. ഇതും അംഗീകരിക്കുമ്പോഴാണ് അവൻ വിശ്വാസിയാകുന്നത്. ഇത് അംഗീകരിക്കുമ്പോഴാണ് അവൻ വിശ്വാസിയാകുന്നത്. അല്ലാതെ ഖുർആനിലുണ്ടോ, യൂട്യൂബ് ഉപയോഗിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ ഉപയോഗിക്കുന്നത്? പാന്റ് ഇടാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ? നബി അത് പറഞ്ഞിട്ടുണ്ടോ? മൈക്ക് ഉപയോഗിക്കാൻ നബിയുടെ കാലത്ത് മൈക്ക് ഉണ്ടായിരുന്നു? ഇതൊക്കെ ചോദിച്ചാൽ അതൊക്കെ ബുദ്ധിയില്ലായ്മയുടെ അടയാളമല്ലേ? ബുദ്ധിയില്ലായ്മയുടെ അടയാളമല്ലേ? അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. എന്തുകൊണ്ട് ഭാര്യയേക്കാൾ ഒരല്പമേ ഉള്ള ഒരല്പം പുരുഷന് ഒരല്പം സ്ഥാനം കൊടുത്തു? എന്തിന്? സ്ത്രീകളുടെ മേൽ പുരുഷന്മാർ നിയന്ത്രണാവകാശമുള്ളവരാണ്. എന്താണ് കാരണം? ചിലർക്ക് ചിലരേക്കാൾ മഹത്വം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാർ സ്വന്തം സമ്പത്തിൽ നിന്നും ചെലവഴിക്കുന്നത് കൊണ്ടാണ് പുരുഷന്മാരുടെ ചെലവിൽ ഭർത്താവിന്റെ ഒരു യഥാർത്ഥ നല്ല ഭർത്താവാണെങ്കിൽ അവൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊണ്ടുവന്ന് ഭാര്യയ്ക്കും മക്കൾക്കും മാതാപിതാക്കളെയും അവരെ സന്തോഷിപ്പിക്കും, കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കും. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് ഭർത്താവിന് ഒരല്പം സ്ഥാനക്കയറ്റം ഭാര്യയേക്കാൾ അല്ലാഹുവിന്റെ അടുക്കലുള്ളത്. അതുകൊണ്ടാണ്. അല്ലാതെ അവരുടെ മേൽ എല്ലാ സ്വാതന്ത്ര്യവും എടുത്തുകൊണ്ട് അവളെ ഡിവോഴ്സ് ചെയ്യാനും തലാഖ് ചൊല്ലാനും ഒന്നുമല്ല ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. കറിക്ക് ഉപ്പ് കൂടിയതിന്റെ പേരിൽ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ ഉമ്മമാര്, ആ ഭാര്യമാര് നമുക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നത്. രാവിലെ 6 മണിക്ക് നമുക്ക് ജോലിക്ക് പോകണമായിരിക്കും. ഈ ഉമ്മമാര് തഹജ്ജുദിന് മുമ്പേ എഴുന്നേൽക്കും. 4 മണിയാവുമ്പോഴേ എഴുന്നേക്കും, അല്ലേ? അവരെഴുന്നേറ്റ് അവരെ തഹജ്ജുദ് നിസ്കരിച്ച് ശേഷം അവര് ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി നേരത്തെ ചോറും കറിയും ഒക്കെ വെച്ച് രാവിലെ എഴുന്നേറ്റ് ചോറും കറിയൊക്കെ വെച്ച് ഭർത്താവിന് എന്തെല്ലാം റെഡിയാക്കി കൊടുത്ത് മക്കളെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളെടുത്ത് അതിനുശേഷം സുബഹിയൊക്കെ നിസ്കരിച്ച് അതിനുശേഷം ചോറൊക്കെ പൊതിഞ്ഞ് മക്കളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് നേരെ വസ്ത്രമണിയിപ്പിച്ച് നേരെ മദ്രസയിലേക്ക് കൊണ്ടുപോയി ആക്കി അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് നേരെ സ്കൂളിൽ കൊണ്ടാക്കി. എന്തൊക്കെ കഷ്ടപ്പാടുകളും വേദനകളും ത്യാഗങ്ങളുമാണ് ഓരോ ഭാര്യമാര് നമ്മുടെ വീട്ടുകളിലുള്ള പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നത്, സഹിക്കുന്നത്. അതിന്റെ ഇടയിൽ നമ്മളും കൂടെ അവരെ ടോർച്ചർ ചെയ്യാൻ നിന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ചു തരുന്നില്ല. തുല്യ പങ്കാളിത്തത്തോടുകൂടി നിങ്ങൾ ചെയ്തു നോക്ക്. നാളെ മുതൽ ഭാര്യയെ സഹായിക്കാൻ ഒന്ന് തേങ്ങ തിരികെ കൊടുക്കാൻ, തേങ്ങ ചിരണ്ടി കൊടുക്കാൻ, ഉള്ളി അരിഞ്ഞു കൊടുക്കാൻ, പച്ചക്കറി അരിഞ്ഞു കൊടുക്കാൻ, മാവ് അരച്ചു കൊടുക്കാൻ, തുണി കഴുകുന്നപ്പോ നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അവരോടൊപ്പം ഒന്ന് പോയി നിന്ന് ചുമ്മാ തമാശകൾക്ക് എന്തെങ്കിലും തമാശയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരുമായിട്ട് ആ സമയത്തും ചെലവഴിച്ചാൽ അത് അവർക്ക് കിട്ടുന്ന വലിയൊരു ആശ്വാസമായിരിക്കും. അതവർക്ക് വല്ലാത്ത ആശ്വാസമായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി വലിയൊരു ഉത്തരവാദി ഭാരിച്ച ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോഴത്തേക്ക് കറിക്ക് ഉപ്പ് കൂടിയതിന്റെ പേരിൽ നീ നിന്റെ വാപ്പാടെ വീട്ടിൽ പൊയ്ക്കോ, നീ നിന്റെ ഉമ്മാടെ വീട്ടിൽ പൊയ്ക്കോ, നിനക്ക് നീ ഇവിടെ താമസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നീ പൊയ്ക്കോ, നീ വേണ്ടാത്തതുപോലെ വെക്കണെന്തിന്, ഉപ്പ് എന്തിന് ഇത്രത്തോളം വാരിയിട്ടത്, അവരെ ചെള്ളക്കിട്ടിട്ട് ഒരു അടിയും കൊടുത്ത് അവളെ പറഞ്ഞു വിടുന്നത് ആണത്വത്തിന്റെ അടയാളമല്ല, ലക്ഷണമല്ല. അല്ലാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അല്ലാഹു സമാധാനം
സമാധാനം നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല സമാധാനം നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. സന്തോഷമുള്ള ഒരു കുടുംബ ജീവിതമാക്കി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒരു യന്ത്ര റോബോട്ടല്ല, മനസ്സിലായില്ലേ? ഒരു റോബോട്ട് പോലെയാ പല വീടുകളിലും ഭാര്യ എന്ന് പറഞ്ഞാൽ. അങ്ങോട്ടോടണം ഇങ്ങോട്ടോടണം, അത് ചെയ്യണം ഇത് ചെയ്യണം, എല്ലാ കാര്യങ്ങളിലും സർവമാന ഉത്തരവാദിത്തങ്ങളും ഭാര്യയുടെ ചുമലിൽ. അതുമാത്രമല്ല അവരുടെ ഉത്തരവാദിത്തം, അത് മാത്രമല്ല അവരോട് അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പെരുമാറുന്നതിന് പകരം അവരോടൊപ്പം നിങ്ങളും ചേർന്ന് എന്ത് ചെയ്യാ, സഹായിക്കുന്ന വിഷയത്തിൽ ഒരു സന്തോഷ വർത്തമാനെങ്കിലും പറയാൻ നമുക്ക് സാധിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? അപ്പോഴവർക്കത് വല്ലാത്ത ആശ്വാസമാകും. ഓ, ഞാൻ എത്ര കഷ്ടപ്പെട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഇക്ക എൻ്റെ അടുത്ത് ഇങ്ങെടുക്കടി, ഞാൻ കൊണ്ടുപോയി തുണി വിരിച്ചിട്ട് വരാം, നീ അപ്പോഴത്തേക്ക് മറ്റേ ഇത് നോക്ക്, അല്ലെ ഞാൻ അപ്പോഴത്തേക്ക് സവാള അരിഞ്ഞു തരാം, നീ അപ്പോഴത്തേക്ക് അത് നോക്ക്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴത്തേക്ക് ചോറൊന്ന് ശരിയാക്കി തരാം, നീ എപ്പോഴത്തേക്ക് ഇത് നോക്ക്. നമ്മൾ ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഭാര്യ റോബോട്ട് പോലെ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, അത് ചെയ്യണം ഇത് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഭർത്താവിന് വെള്ളം കൊണ്ട് കൊടുക്കണം, ചായ കൊണ്ട് കൊടുക്കണം, സമയത്തിന് കൊടുത്തില്ലെങ്കിൽ പിന്നെ അതിന് ചീത്ത, പിന്നെ മറ്റേതിന് ചീത്ത, മറിച്ചതിന് ചീത്ത, ആകെ ഒരു ബഹളം. അവസാനം കുടുംബത്തിലാകെ തകിടുപാടി, ആകെ ബഹളവും ഒച്ചപ്പാടും, ഒന്നും പറയണ്ട. സുബ്ഹാനല്ലാഹ്, പല കുടുംബങ്ങളും കലങ്ങി താറുമാറായി ഛിന്ന ഭിന്നമായി പോകുന്ന അവസ്ഥകൾ വരെ ഇത്തരം ക്ഷമയില്ലാത്തതിന്റെ പേരിൽ, സഹനതയില്ലാത്തതിന്റെ പേരിൽ സംഭവിക്കുന്നുണ്ട്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്ക് മാതൃകയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്ക് മാതൃകയാണ്. എത്ര വിഷമങ്ങളുണ്ടെങ്കിലും, എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും, എത്ര കുറവുകളുണ്ടെങ്കിലും അവർ രണ്ടുപേരും ഒന്നിച്ചു നിന്ന് സന്തോഷത്തോടുകൂടി എല്ലാം ഒന്നിച്ച് പങ്കിട്ട് ജീവിക്കുന്ന ആ ജീവിതമുണ്ടല്ലോ, അത് വല്ലാത്തൊരു മഹത്വമുള്ള ജീവിതമാണ്. ഇക്ക, എനിക്ക് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കി തരാൻ നിങ്ങളുടെ കയ്യിൽ കാശില്ലേ? ഞാൻ പൊരുത്തപ്പെട്ടു ഇക്ക, ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ കാശുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ അവരറിയാതെ അവർക്ക് വേണ്ടി ചെറിയൊരു സമ്മാനം കൊടുത്തുകൊണ്ട് അവരെ ഒന്ന് സന്തോഷിപ്പിച്ചു നോക്കും. വലിയ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് ആവശ്യമായത് എന്താണെന്ന് നമുക്കറിയാലോ. വരുമ്പോഴത്തേക്ക് കടയിൽ നിന്നും ഒരു മുട്ട പപ്സ്, ഇക്കമാര് വരുമ്പോഴേ കടയിൽ നിന്ന് വരുമ്പോ ഒരു മുട്ട പപ്സ്, നിസ്സാരമായ എന്തെങ്കിലും മതി, ഒരു ചീപ്പ് അല്ലെങ്കിൽ ഒരു മഞ്ച്, ഒരു മുട്ടായി ഒന്ന് വാങ്ങിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇതേ ഇരിക്കട്ടെ, സന്തോഷത്തോടു കൂടി അതങ്ങോട്ട് തൊലിച്ച് അവരുടെ വായിലോട്ട് വെച്ചു കൊടുക്കുമ്പോഴുള്ള എന്ത് സന്തോഷമായിരിക്കല്ലേ. അങ്ങനെയുള്ള കുടുംബമായിട്ട് നമുക്ക് മാറണ്ടേ? അല്ലാതെ എല്ലാ ജോലിയും എല്ലാ ഭാരിച്ച കാര്യങ്ങളും ഭാര്യയുടെ തലമണ്ടയെ കൊണ്ടുവച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല, അത് അനുവദിച്ചു തരുന്നില്ല. സ്ത്രീ പുരുഷന്മാര് പരസ്പര പൂരകങ്ങളെ പോലെ ജീവിക്കണം. ഒന്നില്ലാതെ ഒന്നിന് പറ്റത്തില്ല, ഒന്നില്ലാതെ ഒന്നിന് കഴിയത്തില്ല. എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, സ്നേഹത്തിൽ നീ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെയാകണം. സ്നേഹത്തിൽ നീ മുത്തുനബിയെ പോലെയാകണം. ഭർത്താവേ, ഈ സ്നേഹത്തിൽ നീ മുത്തുനബിയെ പോലെയാകണം. പ്രിയപ്പെട്ട ഭാര്യമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്നേഹത്തിൽ നീ ഒരു ഖദീജയെ പോലെയാകണം. നീ നിന്റെ ഭർത്താവിനോട് ഖദീജയെ പോലെയാകണം, ക്ഷമയിലും സഹനതയിലും. അതെ, ഞാൻ കൊണ്ടുപോകും, ഞാൻ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ എന്താ മുട്ടപ്പപ്സ് കൊണ്ടുപോകും. ചിലപ്പോ വഴക്കും പറയും, എന്തിനാ ഇതൊക്കെ മേടിച്ചോണ്ട് വരണെന്നും പറഞ്ഞിട്ട്. മുട്ടപ്പപ്സ്, നമ്മളൊക്കെ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. 10, 40, 50 വയസ്സൊക്കെ ഉണ്ടാവുമല്ലോ. 50 വയസ്സും ഒക്കെ ആയവരുണ്ടാവും. ഈ ദാമ്പത്യ ജീവിതത്തിന് അങ്ങനെയൊന്നുമില്ല. ഏത് പ്രായത്തിൽ വേണമെങ്കിലും വിവാഹം കഴിച്ചതിന് ശേഷം നിങ്ങൾ പരസ്പരം ഒന്ന് സ്നേഹിച്ചു നോക്ക്, അവിടെ നല്ലൊരു തൃപ്തികരമായിട്ടൊരു ജീവിതം ഉണ്ടാകും. വീട്ടിൽ ചെന്നാൽ പിന്നെ ഭാര്യ വേറൊരിടത്ത്, ഭർത്താവ് വേറൊരിടത്ത്, ഫോണിലും തോണ്ടി അവിടെയും തോണ്ടി ഇവിടെയും തോണ്ടി ഇരുന്നാൽ പിന്നെ സ്നേഹം ഉണ്ടാവൂല,
അപ്പോ ഖദീജയെ പോലെയാകാൻ നമുക്ക് കഴിയണം. സ്നേഹത്തിൽ മുത്തുനബിയെ പോലെ ആകാൻ കഴിയണം നമുക്ക്. ദാമ്പത്യത്തിൽ ഭർത്താക്കന്മാർക്ക് അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഒരിക്കൽ പ്രവാചകന്റെ അനുയായി പ്രവാചകനോട് വന്നിട്ട് പരാതി പറയുകയാണ്. എന്റെ വീട്ടില് കൊണ്ടുപോയി കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. സ്വതക്ക കൊടുക്കാൻ അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ വെച്ചു കൊടുക്കാൻ, അവർക്ക് സന്തോഷത്തോടു കൂടി ഒരു ഉരുള ഭക്ഷണം പോലും വെച്ചു കൊടുക്കാൻ എന്റെ കയ്യിൽ നിവൃത്തിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? പറയ്, നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കാരക്കയുടെ കീറുകൊണ്ടെങ്കിലും നീ അവളെ സന്തോഷിപ്പിക്കണം. ഈ ഭാര്യ എന്ന് പറയുന്നത് നിസ്സാരമല്ല. അവരെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം, അവരെ റെസ്പെക്ട് ചെയ്യണം, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം, അവരെ സ്നേഹിക്കണം, കരുതലോടെ അവരെ ഒന്ന് തലോടണം. ഒന്നും കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞില്ല എങ്കിൽ അവരെ ഒന്ന് തലോടി നോക്ക്, അത് തന്നെ നിനക്ക് ധാരാളം. അവർക്ക് എന്ത് സന്തോഷമായിരിക്കും, എന്ത് സമാധാനമായിരിക്കും. ഇത് പാതിരാത്രി 12 മണിയായാലും ഭർത്താവ് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കും, ഭാര്യ കിടന്നുറങ്ങും. അവർക്കും ഇല്ലേ ആഗ്രഹങ്ങള്? അവർക്കും ഉണ്ടാകുമല്ലോ പല വികാരങ്ങളും. അതൊന്നും പൂർത്തീകരിക്കാം. അങ്ങനെ വരുമ്പോഴാണ് ഈ ഭാര്യമാര് മറ്റുള്ളവനോടൊപ്പം ഒളിച്ചോടുന്നത്. അവർക്ക് കിട്ടാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? മറ്റുള്ള ആളുകളിലേക്ക് അവരൊക്കെ ഇറങ്ങിപ്പോകുന്നത്, മറ്റുള്ള ആളുകളെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ തോന്നുന്നത്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തത്തോടുകൂടി സന്തോഷത്തോടുകൂടി കുടുംബത്തിൽ ജീവിക്കാൻ സാധിക്കണം. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി. പ്രവാചകൻ പറയുകയാണ് സുബ്ഹാനല്ലാഹ്. ഖൈറുക്കും ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരെന്നറിയോ? ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ കുടുംബത്തോട് നല്ല രീതിയിൽ വർത്തിക്കുന്നവരാണ്, നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. വ അന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തിനോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്, ഞാൻ എൻ്റെ കുടുംബത്തോട് നല്ല നിലയിൽ വർത്തിക്കുന്നവരാണ്. പ്രവാചകൻ പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരെന്നറിയുമോ? ഖൈറുക്കും ലി അഹ്ലിഹി, തന്റെ കുടുംബത്തിനോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാനാണെങ്കിലോ എന്റെ കുടുംബത്തിനോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുന്നവരാണ്. ഇന്നത്തെ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, സഹോദരങ്ങളെ, നീ നിന്റെ ഭാര്യയ്ക്ക് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അവരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒന്ന് ആശ്വസിപ്പിക്കണം, ഒന്ന് സമാധാനിപ്പിക്കണം, ഒന്ന് തലോടണം, ഒന്ന് അവരെ സന്തോഷിപ്പിക്കണം. അത് തന്നെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം. കാറും ബംഗ്ലാവും മറ്റേതൊന്നും നീ കൊടുത്തില്ലെങ്കിലും ഒരു നല്ല വർത്തമാനം, നല്ലൊരു പുഞ്ചിരി എങ്കിലും നീ നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി, അല്ല നീ നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്ക്. അത് തന്നെ അവർക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെയല്ലേ? ശരിക്കും അങ്ങനെയല്ലേ? വർഷങ്ങളായി പിണങ്ങി കഴിയുന്നവരുണ്ട് നിസാര കാര്യത്തിന്റെ പേരിൽ. നമ്മളൊക്കെ ലാഘവത്തോടെ കാണുന്ന പല കാര്യങ്ങളുടെ പേരിൽ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ വർഷങ്ങളായിട്ട് പിണങ്ങി കഴിയുന്നുണ്ട്.
സാദെ ഗൾഫിൽ പോയിട്ട് വർഷങ്ങൾ ഒരുപാടായി, ഇതുവരെയായിട്ടും എന്റെ ഇക്ക എന്നെ വിളിച്ചിട്ടില്ല, ഒരു സന്തോഷ വർത്തമാനം എന്നോട് പറഞ്ഞിട്ടില്ല. പരാതി പറയുന്ന ഒരുപാട് പേരുണ്ട്. എന്തേ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിനക്ക് നിന്റെ ഭാര്യയെ ഒന്ന് വിളിക്കാൻ എന്താണ് മടി? എന്താണ് മടി? ഏതെങ്കിലും കൂട്ടുകാരന്മാർ വിളിച്ചാൽ മണിക്കൂറുകളോളം നമ്മൾ സംസാരിക്കും. ഭാര്യ വിളിച്ച എന്ത് പറ, പെട്ടെന്ന് വെച്ചോ, പോയിക്കോ, വേറെ കാര്യങ്ങളുണ്ട്, വേറെ തിരക്കാണ്, എന്തേ തിരക്കാണ്, നീ വെച്ചിട്ട് വെക്കോ, എനിക്ക് സമയമല്ലേ ഇപ്പൊ, പെട്ടെന്ന് പെട്ടെന്ന് ഞാനിവിടെ തിരക്കിലാണ്. അതേ സമയത്ത് ഒരു കൂട്ടുകാരനാണ് വിളിക്കുന്നതെങ്കിലോ പറയടാ, എന്നിട്ട് ചുമ്മാ, പിന്നെ അവിടെ എന്ത്, എത്ര മണിക്കൂർ ഫോണിരുന്ന് ഇങ്ങനെ പഴുത്താ വരെയും വെക്കൂല, ഇങ്ങനെ സംസാരിച്ചു. അത് ഭാര്യയാണ് വിളിക്കണെങ്കിലോ സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അതിന് പോലും നമ്മുടെ ആൾക്കാർക്ക് സമയം ഉണ്ടാവില്ല. ഭാര്യ, ആ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഭർത്താക്കന്മാരുണ്ടാകണം, ആകണം. അങ്ങനെ ശ്രമിക്കണം. അങ്ങനെ സ്നേഹത്തിൽ, ഇഷ്ടത്തിൽ, ബഹുമാനത്തിൽ, സഹകരണത്തിൽ, സഹവർത്തിത്വത്തിൽ പരസ്പരം മനസ്സിലാക്കുന്നവരിൽ ഭർത്താവ് മുത്തുനബിയെ പോലെയാകണം, ഭാര്യ ആരെപ്പോലെയാകണം? ഖദീജയെ പോലെയാകണം. അങ്ങനെ വരുമ്പോ ആ കുടുംബം ധന്യമാകും, ആ കുടുംബം സന്തോഷപൂർണമാകും, ആ കുടുംബം സമാധാനപൂർണമാകും, ആ കുടുംബം നല്ല ഒരു തൃപ്തിയുള്ള കുടുംബമായിട്ട് മാറും. അല്ലാഹു തആല അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ഭർത്താക്കന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഭാര്യമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഞങ്ങളുടെ ഉമ്മമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പരസ്പര സ്നേഹമുള്ള, പരസ്പരം മനസ്സിലാക്കുന്ന, പരസ്പരം ഇഷ്ടപ്പെടുന്ന, പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം തലോടുന്ന, പരസ്പരം എല്ലാം പങ്കുവെക്കുന്ന, പരസ്പരം എല്ലാം മനസ്സിലാക്കി ജീവിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. വിഷയത്തിന്റെ കാതലായ ഭാഗത്ത് നമ്മൾ എത്തിയിട്ടേ ഇല്ല. അപ്പൊ തന്നെ ഒരു മണിക്കൂറായി. വിഷയത്തിന്റെ കാതലായ ഭാഗങ്ങളിൽ നമ്മൾ എത്തിയിട്ടേ ഇല്ല. നമ്മൾ ആമുഖമൊന്ന് പറഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തോരം നമുക്ക് ഈ വിഷയത്തിൽ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോ അത്രത്തോളം മഹത്വമുള്ള ഒരു വനിതയാണ് സ്ത്രീയുടെ പദവിയിൽ നിൽക്കുന്ന പെണ്ണ്. ഭാര്യയുടെ പദവിയിൽ നിൽക്കുന്ന പെണ്ണ് അത്രത്തോളം മഹത്വമുള്ള പെണ്ണാണ്. ഞാൻ എന്തെങ്കിലും എൻ്റെ നാവിലൂടെ എന്തെങ്കിലും തെറ്റായ രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം കേട്ടോ. എന്തെങ്കിലും തെറ്റുകളായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലേ പൊരുത്തപ്പെടണം കേട്ടോ. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ തെറ്റുകൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തിരുത്തി തരാൻ വേണം കേട്ടാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ടൊരു 3 ഫാത്തിഹ, ഒന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഹജ്ജും ഉംറയും ചെയ്യാൻ, റൗള കാണാൻ, അതുപോലെ തന്നെ ഉംറ ചെയ്യാൻ ഭാഗ്യം കിട്ടണം, ആ പുണ്യഭൂമിയിലെത്താൻ ഭാഗ്യം കിട്ടണം. അതിനുവേണ്ടി എല്ലാവരും ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ഒരു ഫാത്തിഹ. അതിനുശേഷം അംബിയ, മുർസലീങ്ങൾ, സഹാബാക്കൾ, താബിഈങ്ങൾ, തബഅ താബിഈങ്ങൾ, ഔലിയാക്കൾ, മശായിഖന്മാര്, അതുപോലെ തന്നെ മറ്റ് ഗുരുനാഥന്മാര്, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർ, വിശിഷ്യ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർ, നമ്മുടെ ഗുരുനാഥന്മാര്, ഭാര്യ, ഭർത്താക്കന്മാര്, മക്കള്, എല്ലാവർക്കും വേണ്ടി, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് 3 ഫാത്തിഹ നിങ്ങൾ ഓതിയാലേ പറ്റൂ. ഓതൂലേ? പറയ്, നിങ്ങൾ ഓതൂലേ? ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് തുടർച്ചയായിട്ട് നാളെ സംസാരിക്കാം.
അല്ലാഹു തആല മനസ്സിലാക്കാൻ തോന്നും. നാളെ കുറച്ച് രസകരമായ ഈ വിഷയത്തിൽ തന്നെ കുറച്ച് രസകരമായ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. ഒരു ആമുഖം മാത്രമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞു വെച്ചത്. അപ്പൊ ആമുഖം പറയണമെങ്കിൽ തന്നെ ഇത്രയും ടൈം പിടിക്കുമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എന്തോരം നമുക്ക് പറയാനുണ്ടാകും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആരും പൊക്കളരുത്. 10 മിനിറ്റ് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന, അതാണ് നമ്മുടെ മജ്ലിസിന്റെ പവർ, അതാണ് നമ്മുടെ മജ്ലിസിന്റെ മഹത്വം, അതാണ് ആ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നതിലൂടെയാണ് നമ്മുടെ മജ്ലിസിന്റെ പദവി അതുപോലെ തന്നെ മജ്ലിസിന്റെ മഹത്വവും വർദ്ധിക്കുന്നത്. ആ പേരിലാണ് നമ്മുടെ മജ്ലിസ് സംഘടിപ്പിക്കുന്നത്. ഹിദായത്തുൽ അൻവാർ പേര് പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അല്ലാഹു ഹിദായത്ത് തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല അൻവാറുകൾ തരട്ടെ, എന്ന് പറഞ്ഞാൽ പ്രകാശം തരട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അസ്മാഉൽ ഹുസ്ന എല്ലാത്തിനും പറ്റുന്ന ഒരു മരുന്നാണ്. അല്ലാഹുവിന്റെ 99 നാമങ്ങളാണ്. അത് സമയമെടുത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓതുന്നവരാകണം. ഞാനിവിടെ ഓതി തരുമ്പോൾ ആത്മാർത്ഥമായിട്ട് എന്നോടൊപ്പം ഓതാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാവരും ഇൻഷാ അല്ലാഹ് ലൈക്ക് ചെയ്യാനുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനുള്ളവർ ഷെയർ ചെയ്യുക. ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ ജോയിൻ ചെയ്യണം. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അൽ ഫാത്തിഹ. എല്ലാവരും അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോരുത്തരുടെയും കമന്റ് വായിച്ച് നമുക്ക് ദുആ ചെയ്യാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. എല്ലാവരും എന്നോടൊപ്പം ഈ അസ്മാഉൽ ഹുസ്ന ഏറ്റു ചൊല്ലണം. നിങ്ങളുടെ മുറാദ് എന്താണെങ്കിലും, നിങ്ങളുടെ നിയ്യത്ത് എന്താണെങ്കിലും, നിങ്ങളുടെ രോഗം എന്താണെങ്കിലും, നിങ്ങളുടെ ലക്ഷ്യം എന്താണെങ്കിലും, നിങ്ങളുടെ മനസ്സിലുള്ള നിയ്യത്തുകൾ എന്താണെങ്കിലും എല്ലാം എന്നേക്കാൾ ഉപരി സൃഷ്ടാവായ പടച്ച തമ്പുരാൻ അറിയുന്നവരാണ്. കരളുരുകി മനമുരുകി കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായിട്ടൊഴുകിയിട്ട് പടച്ച തമ്പുരാനോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയണേ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ വിഷമങ്ങൾ പറയണേ മുഅ്മിനീങ്ങളെ. ഈ ലൈവ് എന്ന് പറയുന്നത് ഒരു മാധ്യമം മാത്രമാണ്, ഒരു ഇടനിലക്കാരൻ മാത്രമാണ്. പടച്ച തമ്പുരാൻ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു ഈ അസ്മാഉൽ ഹുസ്ന ഈ മുഅ്മിനീങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിക്കുമ്പോ അവര് ചൊല്ലുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാ തടസ്സങ്ങളും മാറ്റണേ അല്ലാഹ്. എല്ലാ കുറവുകളും നീ പരിഹരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചൊല്ലിയിട്ടേ നിങ്ങൾ പോകാവൂ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ അനുഗ്രഹീതമായ രാപ്പകലുകളിലാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നഷ്ടപ്പെടുത്തി കളയല്ലേ. പരിശുദ്ധമായ റമളാനിന് ശേഷം ഏറ്റവും കൂടുതൽ മഹത്വമുള്ള പുണ്യമുള്ള അനുഗ്രഹീതമായ ദുൽഹിജ്ജ മാസം, ആ ദുൽഹിജ്ജ മാസത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പവിത്രതയുള്ള ആദ്യത്തെ 10 ദിനങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നഷ്ടപ്പെടുത്തി കളയല്ലേ ഉമ്മാ, നഷ്ടപ്പെടുത്തി കളയല്ലേ ഉപ്പാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. എല്ലാവരും ഓതണം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്ക്, ഷെയർ ചെയ്തു കൊടുക്ക്. ഉമ്മയനല്ലൂരുള്ളവരുണ്ട്, കണ്ണൂര്, കാസർഗോഡ്, പൊന്നാനിയിൽ, കായൽപട്ടണത്ത്, മമ്പുറത്ത്, മലപ്പുറത്ത്, ജോനകപ്പുറത്ത്, കാക്കാഴത്തും ആലപ്പുഴയിലും അതുപോലെ തന്നെ കൊല്ലത്തും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ഉടുപ്പിയിലും അതുപോലെ തന്നെ കർണാടകയിൽ നിന്നും ഉള്ളവർ വരെ നമ്മുടെ ഈ മജ്ലിസ് കാണുന്നുണ്ട്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഗൾഫിൽ നിന്ന് വിദേശികളൊക്കെ പല ആളുകളും വിദേശത്തുള്ളവരൊക്കെ പ്രവാസികളൊക്കെ ഈ മജ്ലിസ് കാണുന്നുണ്ട്. അല്ലാഹു
തആല സ്വീകരിക്കട്ടെ. ആത്മാർത്ഥത വേണം, പ്രതീക്ഷ വേണം, വിശ്വാസം വേണം. നമ്മൾ അങ്ങനെ ദുആ ചെയ്യുമ്പോഴാണ്, അല്ലാതെ കൂട്ടത്തിൽ പാടുമ്പോൾ ഞാനും ആമീൻ 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 ഇങ്ങനെ ദുആ ചെയ്തിട്ടാൽ ഫലം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി, പ്രതീക്ഷയോടുകൂടി, വിശ്വാസത്തോടുകൂടി, താല്പര്യത്തോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? അസ്മാഉൽ ഹുസ്ന ചൊല്ലണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഞാൻ ചൊല്ലിത്തരാം, അതിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റുചൊല്ലണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عليم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسن يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا فرد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منعم يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا
باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله يا ستار يا الله يا ستار يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد برحمة الله المنان برحمة الله المنان برحمة الله المنان ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. അല്ലാഹു നമ്മൾ ഓതിയ അസ്മാഉൽ ഹുസ്നയെ സ്വീകരിക്കട്ടെ. അല്ലാഹു ഈ അസ്മാഉൽ ഹുസ്നയെ കബൂൽ ചെയ്യട്ടെ. അല്ലാഹു നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്, ഹിസാബ് എളുപ്പമാക്കണേ അല്ലാഹ്. അതിൽ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ ഗുരുനാഥന്മാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, കൂട്ടുകുടുംബാദികളുണ്ട്, ഞങ്ങൾ സ്നേഹിക്കുന്നവരുണ്ട്. എല്ലാവർക്കും പടച്ചവനെ അല്ലാഹു നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്, സ്വർഗ്ഗം കൊടുക്കണേ പടച്ചവനെ, നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് രോഗികൾക്ക് നീ ശിഫാവ് കൊടുക്കണേ അല്ലാഹ്, രോഗികൾക്ക് നീ ശിഫാവ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ മാനസികമായ എല്ലാ സന്തോഷവും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, എല്ലാ കുറവുകളും നീ പരിഹരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ്, അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സുഖമില്ലാതെ വീട്ടിൽ കിടക്കുകയാണ്, ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് മുന്നോടിയായി എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് ഞാൻ കോമൺ ആയിട്ട് പൊതുവിൽ നിങ്ങളുടെ കമന്റുകളൊക്കെ പരമാവധി വായിക്കാൻ ശ്രമിക്കും. അഥവാ ഞാൻ വായിച്ചത് നിങ്ങൾ വായിക്കുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കമന്റ് ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. അതിനോടൊപ്പം തന്നെ പൊതുവായിട്ട് ദുആ ചെയ്യുമ്പോൾ അത് എന്റെയും കൂടി വിഷമമാണ്, അത് എന്റെയും കൂടെ ബുദ്ധിമുട്ടാണ്, അത് എന്റെയും കൂടെ കാര്യമാണ് ഉസ്താദ്, എനിക്കും കൂടി വേണ്ടിയിട്ടാണ് ദുആ ചെയ്യുന്നത്. പടച്ചവനെ നീ സ്വീകരിക്കണം അല്ലാഹ് എന്ന നിയ്യത്തിൽ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ഇരിക്കണം. അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ബിഗ് ബോസിന്റെ ഫൈനലും കണ്ട് ഉസ്താദിന്റെ ദുആക്ക് ആമീനും പറഞ്ഞ് അങ്ങനെ ഇരിക്കരുത് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോട് കൂടി ഇരിക്കുക. അതിനേക്കാളും ഖൈറായത് പടച്ചവൻ നിങ്ങൾക്ക് തരും. ബിഗ് ബോസിനെ കാട്ടി ഖൈറായത് നിങ്ങൾക്ക് തരും. അതിനേക്കാളും നല്ലത് കാണാനുള്ള കഴിവ് അല്ലാഹു തആല നിങ്ങൾക്ക് തരും. സ്വർഗ്ഗം അല്ലാഹു തആല തരും. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ളവരുടെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ നിയ്യത്തുകളെ നീ കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്, എല്ലാ തടസ്സങ്ങളും നീ മാറ്റണേ അല്ലാഹ്, എല്ലാ കുറവുകളും നീ പരിഹരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്ന മജ്ലിസാണ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. നീറുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങളുമായി റബ്ബേ അവർ സമീപിക്കുമ്പോ നിന്നിലേക്ക് എല്ലാം സമർപ്പിക്കുകയാണ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ വസിയത്ത് ചെയ്യുന്നവരുടെ പേരുകളും അവരുടെ അഡ്രസ്സുകളും അവരുടെ വിഷമങ്ങളും അവരുടെ മുറാദുകളും അവരുടെ ഖൽബും അറിയുന്ന റബ്ബേ, അവർക്ക് ഖൈറായതെന്തോ നീ അടിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഖൈറായത് നീ അടിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്, ശർറായത് നീ മാറ്റിക്കണേ പടച്ചവനെ, ശർറായത് നീ തട്ടിക്കളയണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. കീറി മുറിക്കപ്പെടുന്ന അപകടങ്ങൾ തരല്ലേ അല്ലാഹ്, രോഗങ്ങൾ തരല്ലേ അല്ലാഹ്. വാപ്പാക്ക് ക്യാൻസർ ആണ്, ശിഫാവ് കൊടുക്കണേ അല്ലാഹ്. പനിയുള്ളവരുണ്ട്, ജലദോഷമുള്ളവരുണ്ട്, വിട്ടുമാറാത്ത തലവേദനയുള്ളവരുണ്ട്, കണ്ണ് വേദനയുള്ളവരുണ്ട്, കൈകാലുകൾക്ക് വേദനയുള്ളവരുണ്ട്, പടച്ചവനെ പെടലി വേദനയുള്ളവരുണ്ട്, അല്ലാഹുവേ ഹൃദയത്തിന് അസുഖമുള്ളവരുണ്ട്, വാൽവിന് അസുഖമുള്ളവരുണ്ട്, കുടലിന് അസുഖമുള്ളവരുണ്ട്, ആമാശയത്തിന് അസുഖമുള്ളവരുണ്ട്, ഒന്ന് എഴുന്നേക്കാൻ പോലും കഴിയാത്ത ആളുകളുണ്ട്, അല്ലാഹുവേ ഒന്ന് സംസാരിക്കാൻ പോലും നല്ല രീതിയിൽ കഴിയാത്ത ആളുകളുണ്ട്, ബുദ്ധിക്ക് കുറവുള്ളവരുണ്ട്, സംസാരത്തിന് വൈകല്യമുള്ളവരുണ്ട്, നടക്കുമ്പോൾ വൈകല്യമുള്ളവരുണ്ട്. പടച്ചവനെ അവർക്ക് നീ ബുദ്ധി കൊടുക്കണേ അല്ലാഹ്, അവരുടെ രോഗത്തിന്
ശിഫാവ് കൊടുക്കണേ അല്ലാ. അവിടെ ന്യൂനതകൾ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. അവിടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നീ അവരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അതിൽ ഇൻഷാദ് സാഹിബുണ്ട്, സൈഫുന്നിസയുണ്ട്, മൻസൂർ സാഹിബുണ്ട്, അനസ് സാഹിബുണ്ട്, പടച്ചവനെ സാജിദ നൗഷാദുണ്ട്, അല്ലാഹുവേ ഖദീജ എന്ന ഉമ്മയുണ്ട്, ഇഷ്കെ മദീനയുണ്ട്, ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്. അതുപോലെ തന്നെ റബ്ബേ മൻസൂർ സൈൻ എന്ന് പറയുന്നവരുണ്ട്, ഫാത്തു എന്ന സഹോദരിയുണ്ട്, ഫാത്തിമ ഷെറിൻ എന്ന് പറയുന്ന സഹോദരിയുണ്ട്, സുബൈദ എന്ന് പറയുന്ന സഹോദരിയുണ്ട്, അല്ലാഹുവേ ഇന്നാസ് വേൾഡ് എന്ന് പറയുന്ന സഹോദരിയുണ്ട്, പടച്ചവനെ ഖദീജ ഉണ്ട്, ഫാത്തിമ ബീബി ഉണ്ട്, ആൽഫ അസീസ് ഉണ്ട്, അഫ്ന എന്ന സഹോദരിയുണ്ട്. റബ്ബേ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവിടെ മുറാദ് ഹാസിലാക്കണേ അല്ലാ. അല്ലാതെ വിഷമത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, അവിടെ രോഗങ്ങൾ, അവിടെ കുറവുകളൊക്കെ പരിഹരിക്കണേ അല്ലാ. MM2 ഉണ്ട്, ഫാദി മോനുണ്ട്, അല്ലാഹു നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു ആകെ വിഷമത്തിലാണ്, പമ്പിങ്, ഹാർട്ട് പമ്പിങ് വല്ലാത്ത കുറവാണ്. റബ്ബേ ശിഫാവ് കൊടുക്കണേ അല്ലാ, ശിഫാവ് കൊടുക്കണേ അല്ലാ, ആജിലായ ശിഫാവ് കൊടുക്കണേ അല്ലാ, കാമിലായ ശിഫാവ് കൊടുക്കണേ അല്ലാ. ഹംസ ശംസുദ്ദീനും അതുപോലെ തന്നെ ഹംസത്ത് BDR-ഉം റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവിടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീ മാറ്റണേ അല്ലാ. എല്ലാ കുറവുകളും നീ പരിഹരിക്കണേ അല്ലാ. അബ്ദുർ റസാഖിന്റെ കുടുംബത്തിനെ സ്വീകരിക്കണേ അല്ലാ. ജോലികളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. കൊണ്ടോട്ടിയിൽ മക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടി റബ്ബേ സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. കണ്ണിന് കുളിർമേകുന്ന മക്കളെ കൊടുക്കണേ അല്ലാ. അവിടെ ചികിത്സകളൊക്കെ ഫലപ്രദമാക്കണേ അല്ലാ. MRN ക്രിയേഷൻസ് റബ്ബെ അനുഗ്രഹിക്കണേ അല്ലാ. സൈഫുന്നിസ സൈഫ് നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു ബദറുദ്ദീൻ സാഹിബ് നീ അനുഗ്രഹിക്കണേ അല്ലാ. സാജിദ് ഖാൻ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു സജീബ് നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവിടെ മുറാദ് ഹാസിലാക്കണേ അല്ലാ. അവിടെ കുടുംബത്തിൽ സമാധാനം കൊടുക്കണേ അല്ലാ. ആയിഷ അഷ്റഫ് മുറാദ് ഹാസിലാക്കണേ അല്ലാ. മുഹസിൻ റബ്ബേ അവർക്ക് സ്വാലിഹായ അല്ലാഹുവേ ഇണകളെ കൊടുക്കണേ അല്ലാ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാ. അജ്മൽ ഹാജറ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ജീംഖാന്റെ കുടുംബം റബ്ബേ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും കുറവുകളും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ലാ. അല്ലാഹുവിടെ കച്ചവടങ്ങളിൽ അവരുടെ ബിസിനസ്സുകളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. സമ്പത്തിൽ വർധനവ് കൊടുക്കണേ അല്ലാ. സമ്പത്തിൽ വർധനവ് കൊടുക്കണേ അല്ലാ. അല്ലാഹു നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു നീ അനുഗ്രഹിക്കണേ അല്ലാ. അവിടെ ജോലികളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. എക്സാം എഴുതിയിട്ട് നിൽക്കുന്ന മക്കളുണ്ട്, ഉന്നത വിജയം കൊടുക്കണേ അല്ലാ. പഠന പുരോഗതി കൊടുക്കണേ അല്ലാ. ബുദ്ധിവികാസം കൊടുക്കണേ അല്ലാ. അല്ലാഹു നല്ല കോളേജിൽ അഡ്മിഷൻ കൊടുക്കണേ അല്ലാ. അവരാഗ്രഹിക്കുന്ന സ്ഥലത്ത് നീ അഡ്മിഷൻ കൊടുക്കണേ അല്ലാ. നല്ല മാർക്കും നല്ല ഗ്രേഡും കൊടുക്കണേ അല്ലാ. അവരുടെ മക്കളെല്ലാം സ്വാലിഹായ മക്കളാക്കണേ അല്ലാ. അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. ദീനിനും സമൂഹത്തിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. വഴി പിഴച്ചവരാക്കല്ലേ അല്ലാ. പാപികളിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അബ്ദുൽ അസീസ് നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ജാബിർ രണ്ടത്താണി റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ മക്കൾക്കെല്ലാം നീ നാഫിയായ ഇൽമു കൊടുക്കണേ അല്ലാ. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാ. മകളുടെ കല്യാണം എത്രയും പെട്ടെന്ന് ഖൈറായ രീതിയിൽ അല്ലാഹു നടന്നു കിട്ടാൻ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. തടസ്സങ്ങളൊക്കെ മാറ്റണേ അല്ലാ. കുറവുകൾ നീ പരിഹരിക്കണേ അല്ലാ. നല്ല സൗന്ദര്യം കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹു സൈനുദ്ദീൻ പുത്തൻപുരയിൽ മകൻ ആദർശത്തിലാണ് റബ്ബേ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നീ അടിയുറപ്പിച്ചു നിർത്തണേ പടച്ചവനെ. ഹിദായത്ത് കൊടുക്കണേ അല്ലാ. ഈമാൻ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അഡ്മിഷൻ കിട്ടാൻ റബ്ബേ ഖൈറായ സ്ഥലത്ത് അഡ്മിഷൻ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റോസി നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാ. ഭർത്താവ് ഖത്തറിൽ നിന്നും വരുന്നതിന് വേണ്ടി റബ്ബേ എളുപ്പമാക്കണേ അല്ലാ. തടസ്സങ്ങൾ മാറ്റണേ അല്ലാ. പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവിടെ കുടുംബങ്ങളിൽ ഖൈർ കൊടുക്കണേ അല്ലാ. കടങ്ങൾ വീട്ടണേ അല്ലാ. കടക്കാരാക്കല്ലേ അല്ലാ. പട്ടിണി തരല്ലേ അല്ലാ. ദാരിദ്ര്യം തരല്ലേ അല്ലാ. സ്വസ്ഥതക്കേട് തരല്ലേ അല്ലാ. സൗര്യക്കേട് തരല്ലേ പടച്ചവനെ. നിങ്ങളുടെ കുടുംബങ്ങൾ ചിന്ന ഭിന്നമായി പോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്ന, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്ന
സാധിക്കുന്നവരാക്കണേ അല്ല. പരസ്പര ഇണക്കം കൊടുക്കണേ അല്ല. പരസ്പരം സ്വരചേർച്ച കൊടുക്കണേ അല്ല. പരസ്പരം സന്തോഷം കൊടുക്കണേ അല്ല. ഖൈർ കൊടുക്കണേ അല്ല. മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആനെ സ്വീകരിക്കണേ അല്ല. ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ദിവസങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, നിങ്ങൾ ഓതിയ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ആ മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്നത്. അവരുടെ ആമീനെ സ്വീകരിച്ചുകൊണ്ട് റബ്ബേ നീ സ്വീകരിക്കണേ അല്ല, നീ സ്വീകരിക്കണേ അല്ല, നീ കബൂലാക്കണേ അല്ല. അല്ലാഹു വീട് പണി എത്രയും പെട്ടെന്ന് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല. സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ല. അല്ലാഹുവേ 5 സെന്റ് പോലും വസ്തുവില്ലാത്ത കുടുംബങ്ങളുണ്ട്. ഖൈറായ വസ്തു കൊടുക്കുക, ഖൈറായ രീതിയിൽ അവർക്ക് നല്ലൊരു വസ്തു കൊടുത്ത്, അതിനുള്ള സമ്പത്ത് കൊടുത്ത്, ഖൈറായ ഒരു ഭവനം കൊടുത്ത് റബ്ബേ അവരുടെ ജീവിതത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ല. അബ്ദുൽ കരീം നീ അനുഗ്രഹിക്കണേ അല്ല. റിയാസ് ഗൾഫ് ജീവിതത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ല, ഖൈർ കൊടുക്കണേ അല്ല. ജോലികളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ല. അവിടെ അർബാബുമാർക്ക് നീ കരുണ കൊടുക്കണേ അല്ല. ജോലികളിൽ നീ ഖൈർ കൊടുക്കണേ അല്ല. സഫ്ന റബ്ബുന്നൂസ് റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ല. എല്ലാ കാര്യങ്ങളും നീ കാര്യങ്ങൾ എളുപ്പമാക്കണേ അല്ല. എല്ലാ ശർറുകളും നീ തട്ടി മാറ്റണേ അല്ല. എല്ലാ കുറവുകളും നീ പരിഹരിക്കണേ അല്ല. മുത്തുനബിയെ സ്വപ്നത്തിലെങ്കിലും ഒരു വട്ടമെങ്കിലും റബ്ബേ നിങ്ങൾക്ക് കാണാനുള്ള തൗഫീക്ക് നൽകണേ അല്ല. നല്ല പഠനം കിട്ടാൻ മറുവാൻ റബ്ബേ പഠന പുരോഗതി കൊടുക്കണേ അല്ല. ബുദ്ധിവികാസം കൊടുക്കണേ അല്ല. ഓർമ്മശക്തി കൊടുക്കണേ അല്ല. കഴിവും ആരോഗ്യം കൊടുക്കണേ അല്ല. ആഫിയത്ത് കൊടുക്കണേ അല്ല. ദീനിനും സമൂഹത്തിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ല. അല്ലാഹുവേ ഭാര്യ ഗർഭിണിയാണ്, സുഖപ്രസവം കൊടുക്കണേ അല്ല. സുഖപ്രസവം കൊടുക്കണേ അല്ല. കീറി മുറിക്കപ്പെടുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ മക്കളില്ലാത്തവരുണ്ട്, അവിടെ ചികിത്സകളൊക്കെ ഫലപ്രദമാക്കണേ അല്ല. ശാരീരികമായ മാനസികമായ കുറവുകളോ വൈകല്യങ്ങളോ ന്യൂനതകളോ ഉണ്ടെങ്കിൽ നീ പരിഹരിക്കണേ അല്ല. നീ പരിഹരിക്കണേ അല്ല, പരിഹരിക്കണേ അല്ല. വയനാട്ടിൽ നിന്നും മുജീബ് സാഹിബ് നീ സ്വീകരിക്കണേ അല്ല. അല്ലാഹുവയുടെ അസുഖങ്ങൾക്കെല്ലാം നീ ശിഫാവ് കൊടുക്കണേ അല്ല. യൂസുഫ് എന്ന സഹോദരൻ നീ അനുഗ്രഹിക്കണേ അല്ല. ഉമ്മു ഹബീബ നീ അനുഗ്രഹിക്കണേ അല്ല. ഖൈർ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ല. ഷർറുകൾ നീ തട്ടിമാറ്റണേ അല്ല. എല്ലാ കുറവുകളും നീ പരിഹരിക്കണേ അല്ല. റംല എന്ന മകളെ നീ അനുഗ്രഹിക്കണേ അല്ല. ഭർത്താവിന്റെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ല. പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു കുടുംബത്തിൽ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, മക്കള്, വടച്ചവനെ അയൽവാസികൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ ഗുരുനാഥന്മാര് പലരും കബറിലാണ്. സ്വർഗമാക്കണേ അല്ല, വെളിച്ചമാക്കണേ അല്ല. ഞങ്ങൾ ഓതിയതിന്റെ മിസ്ല സവാബുകളുടെ കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ല. അല്ലാഹു ഞങ്ങളുടെ ദുആഇനെ എല്ലാം നീ സ്വീകരിക്കണേ അല്ല. അപകടങ്ങൾ തരല്ലേ അല്ല, അപകട മരണങ്ങൾ തരല്ലേ അല്ല. ഞങ്ങളുടെ ശരീരങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന അവസ്ഥ വരുത്തല്ലേ അല്ല. ഈമാൻ നൽകണേ അല്ല. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ നീ തൗഫീക്ക് നൽകണേ അല്ല. അല്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ല. റൗള കാണിപ്പിക്കണേ അല്ല. അല്ലാഹു ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ യാത്രയായ ആ പ്രിയപ്പെട്ടവർക്ക് പരിപൂർണ അമലുകൾ പൂർത്തീകരിച്ച് അല്ലാഹു എത്രയും പെട്ടെന്ന് അമലുകൾ പൂർത്തീകരിച്ച് മടങ്ങി വരാൻ തൗഫീക്ക് കൊടുക്കണേ അല്ല. അല്ലാഹുവേ തൗഫീക്ക് കൊടുക്കണേ അല്ല. വീട് പണി നടക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല. തടസ്സങ്ങൾ മാറ്റണേ അല്ല. ഹലാലായ സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ല. അല്ലാഹു എല്ലാ കുറവുകളും നീ പരിഹരിക്കണേ അല്ല. അല്ലാഹുവേ മുഹമ്മദ് എന്ന സഹോദരൻ മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ പിതാവിനെ നീ അനുഗ്രഹിക്കണേ അല്ല. സ്വർഗത്തിന്റെ അധികാരിൽ നീ ഉൾപ്പെടുത്തണേ അല്ല. ഭർത്താവ് കബറിലാണ്, സ്വർഗം നൽകണേ അല്ല. അല്ലാഹു പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ല. അല്ലാഹു ഞങ്ങളെ അഹങ്കാരികളാക്കല്ലേ അല്ല, അസൂയാലുക്കളാക്കല്ലേ അല്ല, പൊങ്ങച്ചമുള്ളവരാക്കല്ലേ അല്ല, റിയായിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ല. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ല. സാഹിരീങ്ങളുടെ സിഹറുകളെ തൊട്ട് കാക്കണേ അല്ല. ലാഇനീങ്ങളുടെ ലാനത്തുകളെ തൊട്ട് കാക്കണേ അല്ല. കണ്ണേറുകാരുടെ കണ്ണേറുകളെ തൊട്ട് നീ കാക്കണേ അല്ല. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ല. വർക്കലയിൽ നിന്ന് ശംസുദ്ദീൻ എന്ന ഇമാമുദ്ദീൻ നീ അനുഗ്രഹിക്കണേ അല്ല. നീ കബൂലാക്കണേ അല്ല. അവിടെ കുടുംബങ്ങളിൽ ഖൈർ കൊടുക്കണേ അല്ല. സജാദ് ഖാൻ റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ല. ഹഫ്സ ശംസുദ്ദീൻ നീ അനുഗ്രഹിക്കണേ അല്ല. മരണപ്പെട്ടു പോയവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ല, മർഹമത്ത് നൽകണേ അല്ല. അല്ലാഹുവേ ഞങ്ങളുടെ കടങ്ങൾ വീട്ടണേ അല്ല. മൈ ചോയ്സ് ബൈ ആയിഷ റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ല, നീ സ്വീകരിക്കണേ അല്ല. അല്ലാഹു ആമീൻ പറയുന്ന ദുആ വസിയത്ത് ചെയ്യുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണേ അല്ല. അവർക്ക് ഖൈറായതെന്തോ നീ എത്തിച്ചു കൊടുക്കണേ അല്ല. ശർറാകളെല്ലാം നീ തട്ടി മാറ്റണേ അല്ല. കുടുംബത്തിന് സമാധാനം നൽകണേ അല്ല, ബറക്കത്ത് നൽകണേ അല്ല, നിഅമത്ത് നൽകണേ അല്ല, ഹിഫാളത്ത് നൽകണേ അല്ല. ഞങ്ങൾ എപ്പോ മരണപ്പെട്ടാലും നല്ല ദിവസം നല്ല രാവിലെ ഒന്നോടുകൂടി
ചിരിയോടുകൂടി പുഞ്ചിരിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ, തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാത്ത മരണം നൽകല്ലേ അല്ലാ. നിങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. മക്കൾക്ക് പടച്ചവനെ സുഖപ്രസവം കൊടുക്കണേ അല്ലാ. ഒരു ഹലാലായ ഉദ്ദേശങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാ ഖൈറുകളും നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. സഫീർ സത്താർ റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. പരമാവധി എല്ലാ ആളുകളുടെയും കമന്റുകൾ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാം അല്ലാഹു തആല പരിഹരിച്ചു തരട്ടെ, അല്ലാഹു ഏറ്റെടുക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിന്റെ പ്രത്യേകതയാണ് എല്ലാവരുടെ കമന്റുകളും നമ്മൾ പരമാവധി വായിക്കാൻ ശ്രമിക്കും. അതിന് മറുപടി കൊടുത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിച്ച് മാത്രമേ നമ്മുടെ മജ്ലിസ് പിരിയുകയുള്ളൂ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. വയറിലൊരു മുഴയാണ്, അല്ലാഹു തആല നീ ശിഫാ കൊടുക്കണേ പടച്ചവനെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മജ്ലിസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, അനുഗ്രഹമായി ആശ്വാസമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങൾ ഈ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഫോണിൽ കൂടെയാണ് നമ്മുടെ കമന്റ് ഒക്കെ വായിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഫോണിൽ പലരുടെയും കമന്റുകൾ വായിക്കാൻ വിട്ടുപോകും, നിങ്ങൾ ക്ഷമിക്കണം. പലർക്കും അവരുടെ മുറാദൊക്കെ അല്ലാഹു ഹാസിലാക്കി തരും. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഏറ്റെടുക്കും. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ക്ഷമിക്കണം. അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുറച്ച് വൈകിട്ടുണ്ട് എന്നാലും ഇൻഷാ അല്ലാഹ് ഇത്രയും നേരം നിങ്ങൾ കടിച്ചു പിടിച്ച് ഈ മജ്ലിസിൽ നിങ്ങൾ ഇരുന്നല്ലോ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആ ക്ഷമയ്ക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലം തരട്ടെ. നിങ്ങളുടെ മുറാദ് അല്ലാഹു ഹാസിലാക്കട്ടെ. എല്ലാ നിയ്യത്തുകളും അല്ലാഹു കബൂലാക്കട്ടെ. എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കട്ടെ. എല്ലാ തടസ്സങ്ങളും അല്ലാഹു തആല മാറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. എപ്പോൾ നമ്മുടെ മജ്ലിസ് ഉണ്ടെങ്കിലും നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് ചെറിയ തരത്തിലാണെങ്കിൽ പല ആളുകൾക്കും ഈ മജ്ലിസിൽ കൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്, ആശ്വാസം കിട്ടിയിട്ടുണ്ട്, സമാധാനം കിട്ടിയിട്ടുണ്ട്, അവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കിയിട്ടുണ്ട്, അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റി കിട്ടിയിട്ടുണ്ട്. പല ആളുകളും ഈ കമന്റിൽ വന്നിട്ട് അവരുടെ സന്തോഷത്തോടു കൂടി അവരത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പല ആളുകളും അത് സാക്ഷിയാണ്, പല ആളുകളും കണ്ടവരാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇനിയും ഒരുപാട് മുറാദുകളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലാഹു തആല പൂർത്തീകരിച്ചു തരട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുന്ന മജ്ലിസുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാളെ പരലോകത്ത് അല്ലാഹു നമ്മളെല്ലാവരെയും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനിയും ഒരുപാട് വൈകിയാൽ വീട്ടിൽ ആകെ പ്രശ്നങ്ങളാകും. നിങ്ങൾ 24 മണിക്കൂർ ലൈവും കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആകെ പ്രശ്നങ്ങളാവും. നാളെ ഇൻഷാ അല്ലാഹ് സ്കൂളുള്ള ദിവസമാണ്, മറ്റു ജോലി തിരക്കുകളൊക്കെ ഉണ്ടാകും, എനിക്കറിയാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ ബറക്കത്തും തരട്ടെ. ഷെയർ ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും ഒക്കെ 1000 മനസ്സിൽ തട്ടിയുള്ള സന്തോഷം അറിയിക്കുകയാണ്. എൻ്റെ ഒറ്റപ്പെട്ട ദുആകളിലും അതുപോലെ മറ്റു മജ്ലിസുകളിലും എല്ലാ ദുആകളിലും എല്ലാം നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തും. ഒരു കുടുംബം പോലെ കഴിയുന്ന അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ നൽകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് പകരം തരാനുള്ളത്. പ്രാർത്ഥന മാത്രമാണ്. പൈസ തന്ന് സഹായിക്കാനൊന്നും എൻ്റെ കയ്യിലില്ല. ഉള്ളപ്പോഴാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ചോദിക്കുന്നവർക്ക് അൽഹംദുലില്ലാ നമ്മൾ കൊടുക്കും. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അതൊക്കെ തന്ന് അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ഭാര്യയ്ക്കും മക്കൾക്കും അതുപോലെ മാതാപിതാക്കൾക്കും അവരുടെ ഭാര്യയുടെ കുടുംബത്തിനുമൊക്കെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഏതെങ്കിലും കമന്റുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ ലൈവ് കഴിഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ തീർച്ചയായും
തീർച്ചയായിട്ടും ഞാനത് വായിക്കും. മറ്റ് ഇതുപോലെ ഞാൻ വായിക്കാതിരിക്കില്ല. എല്ലാവരുടെയും കമന്റുകൾ കാണുകയും ഒരു ഒറ്റ വാക്കിലെങ്കിലും ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ദുആ ചെയ്തു തരും. എൻ്റെ മഹത്വമോ എൻ്റെ പവറോ അല്ല. ആരെങ്കിലുമൊക്കെ ആമീൻ പറയും. ഇത്രയും പേര് ആമീൻ പറയുന്ന സദസ്സല്ലേ, ഒരു അള്ളാഹു സ്വീകരിക്കുന്ന ഒരാൾ ഇതിനകത്തുണ്ടെങ്കിലോ അതാണ് ഏറ്റവും വലിയ ഗുണം. അള്ളാഹു താല സ്വീകരിക്കട്ടെ, അള്ളാഹു താല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.